വാസ്തവത്തിൽ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പത്രം എടുക്കാൻ പോയത്. ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അത് തുറന്നു വയ്ക്കിയത്. പ്രതീക്ഷ തെറ്റിയില്ല. ഇന്ത്യ 2020 കപ്പ് ഏന്തുന്ന ചിത്രവും കണ്ടിട്ടാണ് ഞാൻ പത്രം വാരി തുടങ്ങിയത്. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും കളി കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. പക്ഷേ ഒരു കളിയും തോൽക്കാതെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ. ഇതിൽ എനിക്ക് തോന്നിയ അഫ്ഗാൻകാരുടെ മുന്നേറ്റമാണ് എന്നെ ശ്രദ്ധിപ്പിച്ചു പറ്റിയത്. ബംഗ്ലാദേശ് കഴിഞ്ഞ കൊല്ലം അതുപോലെ തന്നെ ഒരു സർപ്രൈസായിട്ട് മുന്നേറിയ ഒരു സമയം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യം. സന്തോഷമുള്ള കാര്യങ്ങൾ ആദ്യം പറയല്ലേ നല്ലത്. പിന്നെ നമ്മുടെ ഞാൻ എപ്പോഴും സഞ്ജു സാംസനെ അന്വേഷിക്കും. ഈ ടീമിലുണ്ടല്ലോ, അതിന് കളിക്കാൻ പറ്റിയില്ല. സിംബാബ്വേയായിട്ടുള്ള കളിയിൽ അദ്ദേഹം ഉണ്ട്. അപ്പോൾ നമ്മുടെ മലയാളി കൂടിയുള്ള ഒരു ടീമിലാണ് അത് കിട്ടിയിട്ടുള്ളത്. ശ്രീരാഗും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആളായി മാറിയിട്ട് നമ്മുടെ മറ്റുള്ള മത്സരങ്ങളിലൊക്കെ രാജസ്ഥാൻ്റെ നേതൃസ്ഥാനം വഹിച്ച് മിന്നുന്ന പ്രകടനം നടത്തിയ സഞ്ജു സാംസൺ ഒരു വാഗ്ദാനമാണ്. നമുക്കൊരു സന്തോഷിക്കാം. ഒരുപാട് കുട്ടികൾ ഈ രംഗത്ത് വരും. പെൺകുട്ടികളുടെ ഇടയിൽ നമുക്കറിയാം മിന്നുമിനി, അതുപോലെ തന്നെ ആശ, അതുപോലെ തന്നെ സജ്ജനൊക്കെ ടീമിലുണ്ട് താൻ. അപ്പോൾ ഒരു കുറച്ച് കാലത്തിനുള്ളിൽ തീർച്ചയായിട്ടും ക്രിക്കറ്റ് മലയാളികൾ ഉൾക്കൊള്ളുന്നൊരു ക്രിക്കറ്റ് ടീമായിരിക്കും ഇന്ത്യയുടേത്. കാരണം അതുപോലെ തന്നെ എന്നാൽ നമ്മുടെ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ ഭാവി കയറാൻ മലയായിട്ടാണ് ഇരിക്കുന്നത്. ഫുട്ബോളിൻ്റെ ക്ഷേത്രം ഇപ്പോൾ ഇവിടെ വാങ്ങിയിരിക്കുന്നു. ഇതിനിടയിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടി പറയട്ടെ. ജിതിൻ MS തൃശ്ശൂർക്കാരനാണ്, കൊല്ലൂകാരനാണ്, പെരുവാങ്കുളവരക്കാരനാണ്. വൈരൂപ്പള്ളി സ്കൂളത്തെ സന്താനമാണ് ഈ ഫുട്ബോൾ. ഞങ്ങൾ അവർ വീട്ടിൽ പോയിരുന്നു. ഒറ്റ വളരെ ചെറിയൊരു മുറി, ചെറിയൊരു വീട്, കപ്പുകൾ മെഡലുകളൊക്കെ വയ്ക്കാൻ സ്ഥലമില്ലാതെ പലപ്പോഴും കളയുക പോലും ചെയ്യുകയാണ്. വീടിന് അത്ര തോൽക്കുള്ളൂ. അച്ഛൻ തെങ്ങ് കയറ്റ തൊഴിലാളി, 2 ചേട്ടനിയന്മാരും പന്ത് കളിയിൽ ബന്ധമുള്ള ഒരാളാണ്. അവൻ്റെ ചുറ്റുപാടനുസരിച്ച് മദ്യവും മയക്കുമരുന്നിനൊക്കെ ഇടപെടേണ്ട ആളാണ്. പക്ഷേ അവരുടെ മക്കളൊന്നും അങ്ങനെ പോയില്ല. വലിയപ്പള്ളി സ്കൂളിൽ അവൻ പഠിച്ചിരുന്നത്. ഞങ്ങളെല്ലാം അവനെ പന്ത് കളിക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾ ടീച്ചർമാർക്കൊക്കെ. അവൻ്റെ വീട്ടിൽ പോയി അവർ അനുമോദിക്കുകയും വലിയൊരു ആദരവ് അവർ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ്. അതൊരു സന്തോഷം കൂടിയാണ്. മറ്റെനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ആദ്യം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാസർഗോഡ് ഒരു വാർഡ് കൗൺസിലർ CPM-ൻ്റെ ആണെന്ന്. അദ്ദേഹത്തിൻ്റെ അയൽവക്കക്കാർ ഒരു ആൾ വളരെ ഒരു സൗകര്യങ്ങളില്ലാതെ ദാരിദ്ര്യത്തിലുള്ള ഒരാൾക്ക് വീടില്ല. ആ വീട് പണിത് കൊടുക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നതാണ്. ആ മുന്നിട്ടിറങ്ങുന്നത് തൻ്റെ തെറ്റിംഗ് ഫീസ് അല്ലെങ്കിൽ പഞ്ചായത്തിൽ കിട്ടുന്ന പൈസ ശേഖരിച്ച് വെച്ചിട്ടുള്ളത്, അതുപോലെ ചിട്ടി 1,00,000 രൂപ സംഭരിപ്പിക്കുകയും അത് കുടുംബശ്രീ ആയ ആളുകളോട് സംസാരിക്കുക, അവിടുത്തെ ബ്രാഞ്ചിന് സംസാരിക്കുകയും ചെയ്തു. കുടുംബശ്രീക്കാരും ശേഖരിച്ചു. മാത്രമല്ല അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാവരും കൂടി 7 ലക്ഷത്തോളം വരുന്ന ഒരു വീട് പണിത് വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ അത് കൈമാറും. നമ്മുടെ കാലത്തിൽ കെട്ട വർത്തമാനം കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷമാണ്. മറ്റൊന്ന് എനിക്ക് തോന്നിയത് തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ ഒരു 14 വർഷം 10-17 വർഷമൊക്കെ ആയിട്ട് ഒരു മുറിയിൽ കഴിഞ്ഞുവിടുന്ന മൂളി എന്നൊരു പെൺകുട്ടിയെ അവിടെയുള്ള ഗിൽഗാൽ മറ്റുള്ള ആശ്വാസ ഭവൻ ചെന്ന് സ്വീകരിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയുള്ള പെൺകുട്ടിയാണ്. ഇടുതുണിയില്ല. ഒരു 4 മീറ്ററോളം നീളത്തിൽ മുടി നീണ്ടു കിടക്കുകയാണ്. ചട്ട പിടിച്ച് കിടക്കുന്നു. ആ ചടയിൽ മലവിസർജാദികളും ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കൂടി പറ്റിപ്പിടിച്ച് ഈച്ചകളാൽ സമൃദ്ധമായ ഒരു കാൽ വയ്ക്കാൻ പറ്റാത്ത ഒരു മുറി. ഇങ്ങനെയും കേരളത്തിൽ ഒരു സ്ഥലമുണ്ടോ? ഇങ്ങനെ ഉണ്ടാവുമോ? ഒരു ബന്ധുക്കോസ്ത് വീടുമാണ്
ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇതാണ് പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ഞാൻ പറയുന്നത് കേൾക്കാത്തതൊക്കെ അറിയാത്തതൊക്കെ കെട്ടുകഥയാണെന്ന് നമ്മൾ കരുതും. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ വലിയ വികസനത്തിൻ്റെയും വലിയ ആഡംബരത്തിൻ്റെയും ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ തുരുത്തുകളിൽ അറിയാതെ വീണു പോകുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. ഇവിടെ അവർ വളരെ അത് കാണുകയും അവർ ദത്തെടുക്കുകയും ചെയ്തു. മുടിയൊക്കെ വെട്ടി സുന്ദരി കുട്ടിയാക്കി മോളിയെ മാറ്റുന്ന ഒരു വീഡിയോയും കൂടി എനിക്ക് കാണാൻ അത് വളരെ സന്തോഷമുണ്ടായി വാസ്തവത്തിൽ. മറ്റൊന്നത്, ഈ അടുത്ത് നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളായിട്ട് ചെയ്യാം. ഇപ്പോൾ ലഹരി വിരുദ്ധ ദിനം, വായനാ ദിനം, അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളുണ്ടല്ലോ, മദർ ഡേ, ഫാദേഴ്സ് ഡേ, സിസ്റ്റേഴ്സ് ഡേ, അങ്ങനെ എല്ലാത്തിനും ഡേ ആണ്. വാലന്റൈൻസ് ഡേ, എല്ലാത്തിനും ഡേകൾ മാത്രം ആചരിക്കുന്നു. അപ്പോൾ മദർ ഡേസ് ആകുമ്പോൾ അമ്മേൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്ത് അമ്മേനെ നോക്കാത്ത ആൾക്കാർ, ഫാദേഴ്സ് ഡേ ആകുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം നിൽക്കുന്നൊരു സമൂഹമായി മാറണം. ഇതിന് വ്യത്യസ്തമായി അധ്യാപകരിലും അത് കാണാം. ഈ ചടങ്ങുകൾ മാത്രമല്ല, ലഹരി എന്താണ്, ലഹരി വിരുദ്ധമായിട്ടൊരു ചടങ്ങ് പ്രതിജ്ഞിച്ചു അവരെങ്ങനെ ഇത് ഉൾക്കൊണ്ടു എന്നുള്ളതല്ല. അല്ല, വായന ഒരാളെ കൊണ്ട് സംസാരിപ്പിച്ചു, അവർ വായനയിലേക്ക് തിരിച്ചു വന്നു. സേവനവാരം ഒരു ദിവസത്തെ പരിപാടി അല്ലെങ്കിൽ ഒരാഴ്ചത്തെ പരിപാടി, ഇത് ദിവസം ചെയ്യേണ്ടതാണെന്ന് ധാരണയില്ല. ഇപ്പോൾ ഞാറ്റുവേല നടക്കണം, എല്ലാ സ്കൂളിലും കുട്ടികളോട് കൊണ്ട് ചെടികളോ ചെടികൾ കൊണ്ടിരിക്കാം, അത് അവിടെ സ്ഥലം നടിയിക്കാം, അവരുടെ വീട്ടിലത്തെ വിവിധ തരം വിത്തുകൾ കൊണ്ട് മുളപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇതിനൊക്കെ ഒരു മനസ്സ് വേണം. വാസ്തവത്തിൽ പല ഒരു സ്കൂളിൻ്റെ ബോർഡിൽ കുറേ വള്ളിച്ചെടികൾ ആയി കിടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? വള്ളിച്ചെടികളാൽ മൂടപ്പെടുന്നൊരു ഗവൺമെൻറ് സ്കൂളിൻ്റെ അതിൻ്റെ ഒരു അനാഥത്വം വാസ്തവത്തിൽ ഒരു സ്കൂളിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ വാസ്തവത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. പല സ്കൂളുകളും അവരുടെ കുട്ടികൾക്കും ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ വലിയപ്പള്ളി സ്കൂളിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ ടീച്ചർമാർ ഏകദേശം ഒരു കൊല്ലം 90,000 രൂപ പലവിധ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്റ്റാഫാണ് 25,000 കൊടുക്കുന്നത്. കോർപ്പറേഷനൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേ അവസരത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സറിയാനുള്ള ശ്രമം കൂടി നടത്തേണ്ടതാണ്. അവർ വിവിധ പലപ്പോഴും ഞാൻ ഗൗരവമായിട്ടുള്ളൊരു ആരോപണമല്ല, വിയോജിപ്പന്നെ ഞാൻ പറയും, വിമർശനം നടത്താറുണ്ട്. നമ്മുടെ പലരും അധ്യാപക വേല ചെയ്യേണ്ട അധ്യാപക വൃത്തിയിൽ തുടരേണ്ടവരല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് വേറെ ജോലിയാണ് കൊടുക്കേണ്ടത്. തങ്ങളുടെ കുട്ടികളെയെല്ലാം ഇൻ്റർനാഷണൽ സ്കൂളോ നല്ല സ്കൂളിലൊക്കെ ചേർത്തു. എന്നിട്ട് അവരവരുടെ സ്കൂളിൽ കുട്ടികളെ പിടിക്കാൻ ഇങ്ങനെ തെരുവ് തീരകൾക്കും സാധാരണക്കാരൻ്റെ പാവപ്പെട്ടൻ്റെ വീടുകളിൽ പോകും, അല്ലെങ്കിൽ കനാൽ തിണ്ടത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ചു കൊണ്ടുവരും. ആ കുട്ടികളൊക്കെ അലുവകഷ്ണം പോലെ നല്ല സ്വഭാവമുള്ളവരായിരിക്കും വേണം. ഒരു കുറുമ്പും കാണിക്കാൻ പാടില്ല. ഒറ്റമുറി വീടിലാണ് അവർക്ക് എടുക്കുന്നത് എന്നുള്ള ധാരണയൊക്കെ മാറ്റിവെക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവണം അധ്യാപകർക്ക്. ഒരു കുട്ടിയെ ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ മിഷൻ ഹോം LP സ്കൂളിൽ കുട്ടികളുടെ LKG യോഗത്തിൽ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഞാൻ കുട്ടികളായിട്ട് ഭയങ്കരമായിട്ട് ബംഗിൾ ചെയ്തു. എന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു, ഞാൻ അവരൊപ്പം ഭക്ഷണം കഴിച്ചു, എനിക്ക് അവരെ കൂട്ടാനൊക്കെ തന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ പറയാവുന്നതല്ല, അവിടുത്തെ HM ലൈസി ടീച്ചർ ഒരു കാര്യം പറഞ്ഞു വളരെ നന്നായി, എനിക്ക് വളരെ ഹൃദയസ്പർക്കായി തോന്നി. അത് 1ാം ക്ലാസ് വരുമ്പോൾ കുട്ടികളെ കരയും, അമ്മ പോവും, പിന്നെ ടീച്ചർ എടുത്ത് ചെല്ലും, കരയും, അമ്മ അമ്മ എന്ന് വിളിക്കും. ആ ടീച്ചർ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, ആ ചൂടേറ്റാൽ, കുട്ടിയുടെ ചൂടും നമ്മുടെ ദേഹത്തേറ്റാൽ നമുക്ക് മാറ്റം ഉണ്ടാവും. അത് എത്ര പേർക്ക്, ഏത് കുട്ടിയായാലും അവൻ്റെ കവിളിൽ തൊട്ടാൽ മിനുസാർന്ന ആ കവിളുകളിൽ നമ്മുടെ കൈവിരലുകളിൽ ഒന്ന് തലോടുമ്പോൾ നമുക്കും സുഖമുണ്ടാവും, അവർക്കും സുഖമുണ്ടാവും. ആ കുട്ടിയെ ചേർത്ത് പഠിക്കുന്ന കൂടി തനിക്ക് സുരക്ഷിതത്വം, അനാഥനല്ല ഞാൻ, സംരക്ഷിക്കപ്പെടുന്നവനാണ്, സൂക്ഷിക്കപ്പെടുന്നവനാണ്, സ്നേഹിക്കപ്പെടുന്നവനാണ് എന്നൊരു തോന്നൽ കുട്ടിക്കുണ്ടാവുകയും ടീച്ചറെ ഒരു അമ്മയുടെ ഭാവത്തിൽ കാണാൻ ശ്രമിക്കുന്നിടത്തും ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം ആ കുട്ടികൾക്ക് വലിയ പ്രചോദനമായിരിക്കും. ടീച്ചർ പറഞ്ഞ് കേൾക്കുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാം ഒരു യാന്ത്രികമായി ജോലി വന്നുപെട്ടൊരു ജോലിയായിട്ട് കരുതിയാൽ അതൊരു സുഖം ഉണ്ടാവില്ല. അതൊന്നും എനിക്ക് പറയുന്നത്, നിങ്ങൾക്ക് കുട്ടികളെ സ്നേഹിക്കാൻ, അവനവൻ്റെ കുട്ടികളെ പോലെ സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ ജോലി നിർത്തി പോകണം എന്നാണ് പറയുന്നത്.
ഇത് പല അധ്യാപകർക്കും അതില്ല അതെനിക്ക് തോന്നുന്നു. എന്നാൽ പല ആളുകൾക്കും ഇതുണ്ട്. ഗവൺമെൻറ് ഇവർക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം, മറ്റുള്ള ജോലിയിൽ നിന്ന് വിട്ടു ജോലി ഭാരം കുറച്ച് വരെ അതിൽ ഡെഡിക്കേറ്റഡ് ആളുകളെ അധ്യാപകരാക്കി തീർക്കണം എന്നാണ്. ഇത് ഞാൻ പറയാൻ വന്നത് ഒരു അധ്യാപകൻ്റെ കഥ പറയാനോ, അധ്യാപികയുടെ. അത് കണ്ണൂരിലാണ്, ഇരിക്കൂർ എന്ന സ്ഥലത്ത് എരിവശ്ശേരി എന്നുള്ള ഗവൺമെൻറ് UP സ്കൂളിലെ ടീച്ചറുടെ വീഡിയോ വിജയന ടീച്ചറുടെ ഒരു ഫേസ്ബുക്കിൽ നിന്നാണ് ഞാൻ കണ്ടത്. എന്താണ് സംഗതി? മലയാള പാഠപുസ്തകത്തിൽ കൃഷ്ണഗാഥ, ചെറുശ്ശേരി കൃഷ്ണഗാഥ പഠിക്കാനിരിക്കുന്നു. അതിൽ വെണ്ണയെക്കുറിച്ച് പറയുന്നുണ്ട്. കുട്ടികൾക്ക് വെണ്ണ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് തൈര് കൊണ്ടുവന്നിട്ട് കലവും കടയണ കോലും ഒക്കെ ഏറ്റുവന്നു. അവിടുത്തെ മറ്റുള്ള സ്റ്റാഫിനെയും അംഗീകരിക്കണം. ചിലർ ഇടങ്കോലിടും. ഇതെല്ലാം തടസ്സപ്പെടുത്തുന്ന കുറേ അധ്യാപകരുമുണ്ട്. എനിക്കറിയാം. ഒന്നും ചെയ്യില്ല, അലസരായിട്ടുള്ള കുറേ ആളുകളുണ്ടാവും. ഉള്ള കുട്ടികൾ മതി, ഞങ്ങൾക്ക് ഇത്ര മതി, ആകെ 4 കുട്ടികളുള്ളൂ, അവരെ ശരിക്കും പഠിപ്പിക്കാം, അത് ഇത്ര മതി, അതിയായി അത്രയും ദോഷം എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട്. പ്രൈവറ്റ് സ്കൂളിൽ പോകണമെങ്കിൽ അവരെല്ലാം ഓടിച്ചാടി നടന്ന് ഓടിയെടുക്കണം. സർക്കാർ സ്കൂളിൽ ചിലപ്പോൾ ചിലരൊക്കെ സുഖമാറുന്നുണ്ട്, എല്ലാവരും നല്ല അപൂർവം ചിലരുണ്ടാവും. ഈ ടീച്ചർ അവിടെയുള്ള അധ്യാപകർ ഇതിൽ കോപ്പറേറ്റ് ചെയ്തു. ആ ടീച്ചർ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് കടഞ്ഞു. കുറേ കുട്ടികൾ എങ്ങനെയാണ് കടയ ടീച്ചറാന്ന് പറഞ്ഞപ്പോൾ കടച്ചിൽ കാണിച്ചു കൊടുത്തു. ചിലർ ആ വെണ്ണ എടുക്കണമെന്നപ്പോൾ അത് നാമ തൊട്ടു. എല്ലാവരും വെണ്ണയുടെ ടേസ്റ്റ് അറിഞ്ഞു. എങ്ങനെയുണ്ട് ഇത് അവനെ അനുഭവവേദ്യമാക്കി എന്നുള്ളതാണ്. ആ ടീച്ചർ അതിൻ്റെ ആവശ്യമില്ല, ടീച്ചർക്ക് ശമ്പളം കിട്ടും. പക്ഷേ ഒരു കുട്ടിയിൽ അവൻ്റെ അന്വേഷണത്വര വർദ്ധിപ്പിക്കാനും അനുഭൂതി വെക്കാനും താൻ എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിച്ച് എൻ്റെ പുത്രൻ കിട്ടി, ഇങ്ങനെ ചെയ്യാമെന്ന് ഒരു നാണോ ആ ടീച്ചർക്കും. ഇതാണ്, ഇങ്ങനെ ആയിരിക്കണം അധ്യാപകർ. ഈ സമയത്താണ് തോമസ് എഡിസൻ്റെയൊക്കെ എനിക്ക് കഥ ഓർമ്മ വരുന്നത്. ഒരുപാട് ശാസ്ത്ര നേട്ടങ്ങൾ കൊയ്ത ഒരു മനുഷ്യനാണല്ലോ എന്നാണ് എൻ്റെ ധാരണ. ആ പേര് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം തൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ ട്രങ്ക്, അതായത് അമ്മയുടെ പെട്ടി ഞാൻ തുറന്നു നോക്കിയപ്പോഴൊക്കെ എഴുത്ത് കിട്ടുന്നത്. പലരും ഇത് കേട്ടിട്ടുണ്ടോ? ആ എഴുത്ത് കിട്ടി അദ്ദേഹം വായിച്ചപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്, എത്രത്തോളം അതിനു വേണ്ടി ത്യാഗം ജീവിച്ചു എന്നുള്ളത്. ആ എഴുത്തിൽ ഇങ്ങനെയായിരുന്നു. ടീച്ചർ അവിടുത്തെ ടീച്ചർ അമ്മയ്ക്ക് എഴുതിയാണ്, നിങ്ങളുടെ മകൻ മണ്ടൂസാണ്, ഒരു കാശിന് കൊള്ളാത്തവനാണ്, ഇവിടെ നിന്ന് എത്ര വേഗം മാറ്റിക്കൊണ്ടുപോകാം, മറ്റുള്ള കുട്ടികളുടെ ശല്യമാണ് എന്നാണ് എഴുതുന്നത്. പക്ഷേ തോമസ് എഡിസൺ അവൻ ആലോചിക്കായിരുന്നു തൻ്റെ ബാല്യകാലം. അന്നാണ് അമ്മ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ തൊട്ട് സ്കൂളിൽ പോകേണ്ട മോനെ, എന്താണെന്ന് വെച്ചാൽ നിൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞു, നീ അവരെക്കാൾ അറിവുള്ളൊരു കുട്ടിയാണ്, അപ്പോൾ നിന്നെ പഠിപ്പിക്കാൻ നല്ല അറിവുള്ളവർ വേണം, സ്കൂളിലത്തെ അധ്യാപകരെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് സന്തോഷമായി. ഞാൻ അത്ര വലിയ കഴിവുള്ളവരാണോ എന്ന് കരുതി വീട്ടിലിരുന്ന് മറ്റുള്ള മറ്റുള്ളവർ വന്ന് പഠിപ്പിച്ച് അമ്മയും മറ്റുള്ളവരെല്ലാം കൂടി മറ്റുള്ള വിഷയങ്ങളെല്ലാം പഠിപ്പിച്ച് അതിൽ ആവേശം കൊണ്ട് മേലോട്ട് പോയി അവൻ പലവിധ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും നമ്മൾക്ക് അനുഭവതിയുള്ള ബൾബ് ഉൾപ്പെടെയുള്ള ഒരുപാട് ശാസ്ത്ര നേട്ടങ്ങളുണ്ട്. തോമസ് എഡിസൺ കരഞ്ഞുപോയി. തൻ്റെ അമ്മ എത്ര ഗംഭീരമായിട്ടുള്ളൊരു മാതാവാണ്. എന്നെ ആ ടീച്ചർ പറഞ്ഞത് അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ രംഗത്തെത്തുമായിരുന്നില്ല. അമ്മയുടെ ആ ഓർമ്മ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് വരികയും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവൻ സത്യനാകുകയും മാറുകയും ചെയ്തു. ഇത് അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ലോകത്തെ കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കും? അവരെ മോഡേൺ എന്ന് വിളിച്ച് അവനെ അവസാനിപ്പിക്കാൻ സാധിക്കും. മറിച്ച് അവൻ്റെ കഴിവുകൾ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അമ്മ ആ കഴിവ് കണ്ടെത്തി വളരെ ജാഗ്രതയായി ഒരു മകനെ എങ്ങനെ ഇത് മാറ്റിയെടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിന് വിജയം കണ്ടു എന്നും കൂടിയാണ് അതിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ ഒരു ഐക്യു അല്ല നോക്കേണ്ടത്, ഈക്യു അല്ല നോക്കേണ്ടത്, നമ്മൾ ആറ്റിറ്റ്യൂഡാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ സമയം നീണ്ടു പോകുന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ അതിന് ഒരു കഥ കൂടി ഇതിനോടനുബന്ധിച്ച് കേൾക്കാൻ എനിക്ക് തോന്നി, പറയണമെന്ന് തോന്നി. ആരൊക്കെയും കേൾക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. ഒരു ഇരുണ്ട മുറിയിൽ ജയിലുള്ള ഒരു മുറിയിൽ ഒരാളെ തടവുകാരിടുന്നു. ജയിൽ മോചിതമാവുന്നൊരു ദിവസം എല്ലാവരും ഇങ്ങനെയുള്ള ഇരുണ്ട മുറിയിൽ ഏക മുറിയുള്ള ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ, കാറ്റും വെളിച്ചം കിടക്കാത്ത മുറിയിൽ കിടന്നാൽ അവൻ അവശനാവുകയും കർഷകാത്തരനാവുകയും നിരാശനാവുകയും ഭ്രാന്തി പിടിച്ചവനാവുകയും പ്രതീക്ഷയില്ലാത്തവനായി മാറുകയും ചെയ്യും.
പക്ഷേ ജയിൽ മോചിതനാവുന്ന സമയത്ത് ആ ദിവസം ഒരാൾ മാത്രം വളരെ സന്തോഷഭരിതനായി ആവേശഭരിതനായി നല്ല വൃത്തിയോടുകൂടി കുറച്ച് വരുന്നത് കണ്ടപ്പോൾ ജയിൽ അധികാരികൾ ഞെട്ടി എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഞാൻ വീഡിയോ വേറെ ഒരു സംസാരത്തിൽ എടുത്തതാണ്, എൻ്റെ അല്ല. അങ്ങനെ ജയിലധികാരികൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കിളിവാതിലിൻ്റെ ഉള്ളിൽ, ഈ ജയിലിൻ്റെ ഉള്ളിൽ ചെറിയൊരു പൊത്തുണ്ട്, ആ പൊത്തിനുള്ളിൽ ഒരു മരശിഖരമുണ്ട്, ആ മരശിഖരം ആടുകയും മുലയും ഞാൻ നേരിയതായിട്ട് കാണും. ആ ശിഖരത്തോട് ഞാൻ എൻ്റെ പ്രേമവും എൻ്റെ കിനാവും ഒക്കെ പറയുമായിരുന്നു. എല്ലാ ദിവസവും ആ മരത്തിൻ്റെ ചിലരോട് പറയാൻ ഞാൻ ആവേശഭരിതനായി എന്ന് എഴുന്നേൽക്കുകയും അതിനോട് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിരാശനായില്ല, എന്നും സജീവമായി, എൻ്റെ മനസ്സ് വളരെ സുഖമായി, എനിക്കെന്നും ജീവിക്കാനുള്ള ത്രസിപ്പുണ്ടായി. അതാണ് എന്നെ ഈ തരത്തിലാക്കി എന്നുള്ളൊരു ആരോ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ വെച്ച് നിങ്ങളോടും കൂടി പറയാം. അതും ഈ തരത്തിലും കൂടി നമുക്ക് മറ്റുള്ളവരെ മാറ്റി തീർക്കാൻ നമുക്ക് സാധിക്കും എന്നും കൂടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ ബാലസംഘ യോഗങ്ങളിലെല്ലാം പോകും, പല കുട്ടികളായിട്ടും കണ്ടുകൊള്ളും. പലപ്പോഴും ചെന്ന് ഞാൻ വലിയ വലിയ കാര്യങ്ങൾ പറയില്ല, ചെറു കാര്യങ്ങളാണ് പറയുക. പലയിടത്തും ചെന്ന് ഞാൻ നേരത്തെ മാതൃസ്നേഹത്തെക്കുറിച്ച് നേരിട്ട് പറയാതെ കുട്ടികളോട് ചോദിക്കും, നിങ്ങളുടെ മലം മൂത്രം ആരാണ് കഴുകുന്നത്? അപ്പം അപ്പൻ ചോദിക്കും, എത്രയോ വർഷമായി ഈ അമ്മ കഴുകുന്നു, നിങ്ങൾ വല്ല പൈസ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, നിങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ മലമൂത്രത്തിൽ ഞാൻ അപ്പി എന്നാണ് പറയുന്നത്, അപ്പി എന്ന് പറഞ്ഞാൽ ഉടനടി കുട്ടികൾ കൈ തലയിൽ വയ്ക്കും, അയ്യേ നാണക്കേട് എന്നുള്ള കൂട്ടത്തിലാക്കും. ഒരു ദിവസം വരുമ്പോൾ നിങ്ങളുടെ അമ്മ ഈ അപ്പിയിൽ കിടക്കുന്നതാണ് കാണുന്നത്. ആരാണ് അമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി തുടച്ച് മുറിയിലേക്ക് കൊണ്ടുപോകാൻ മനസ്സുള്ള കുട്ടികൾ എന്ന് ചോദിച്ചു. എല്ലാവരും നാണക്കേടി അപ്പിയെക്കുറിച്ച് ആലോചിച്ച് ആരും തന്നെ അത് തയ്യാറായില്ല, പെൺകുട്ടികളടക്കം. പക്ഷേ കുന്നുംകാട്ടയിൽ ബാലസംഘത്തിൽ ഒരു കുട്ടി, ഒരു ആൺകുട്ടി, ഞാൻ ചെയ്യും മാഷേ, എൻ്റെ അമ്മയെ ഞാൻ വൃത്തിയാക്കും, മലമൊക്കെ കഴുകി കൊടുത്ത് ആ അപ്പിയിൽ നിന്ന് കഴുകിയേക്ക് ഞാൻ അമ്മയെ മാറ്റി അതിന് മുറിയിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ ആ കുട്ടി അമ്മയും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഈ സാന്ദ്രികമായിട്ട് ഇതെല്ലാം നമുക്കൊരു പാഠമാണ് എന്നും കൂടി ഞാൻ പറയാം. നമുക്ക് എങ്ങനെ ഈ ഓരോ കാര്യങ്ങളെയും സ്വീകരിക്കാൻ സാധിക്കും എന്ന് ഞാൻ സൂചന നൽകുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ വാസ്തവത്തിൽ ദുരിതപർവം തുടങ്ങിയിരിക്കുകയാണ്. മഴ പെയ്തു തുടങ്ങുന്നു, മരണങ്ങളുടെ സംഗതി വീണ് പോകുന്നു. ഇതെല്ലാം സാധാരണക്കാരെ എല്ലാവരും ബാധിക്കും. ഇപ്പോൾ ഡൽഹിയിൽ കണ്ടില്ല, ഒരു വീട് വലിയൊരു കെട്ടിടം പണിയുന്നതിൻ്റെ വലിയൊരു ഫൗണ്ടേഷൻ എടുത്ത് എൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ആളുകൾ ഒരു കുടിയില്ലാത്ത തൊട്ടപ്പുറത്തുള്ള വേപ്പ് മറന്നു, അങ്ങനെ തന്നെ മേലോട്ട് പോയി 3 പേർ ആ ചെടിയിൽ മുങ്ങി വെള്ളത്തോടുകൂടി മരിച്ചു എന്നാണ് കാണുന്നത്. വെട്ടകാല സംഭവങ്ങളിൽ ഇലക്ട്രിസിറ്റി കറണ്ടിൻ്റെ വൈദ്യുതി കമ്പി പൊട്ടി ഒരു വൃദ്ധം മരിച്ചത് ഈ അടുത്താണ്. അതിന് മുമ്പ് ഒരു ആൾ PDAയുടെ പോസ്റ്റ് പിടിച്ചതാണ്, മരിച്ചു, അറിയാതെ മരിച്ചു. വെള്ളത്തിൽ വീണവർ, ജീപ്പ് വീണവർ, പല തരത്തിലാണ് ഉരുൾപൊട്ടുന്നവർ, അങ്ങനെയൊക്കെ സംഭവം പരിപാടി. അതിന് കൂടെയാണ് പക്ഷിപ്പനി വന്നിരുന്നു. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം മൂലം ഇന്ന് 15 വയസ്സുകാരി മരിച്ചിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 3 കുട്ടികൾ, 2 പേര്, ഒരാൾ മരിച്ചു, 2 പേര് ആശുപത്രിയാണെന്ന വിശേഷമാണ് കേൾക്കുന്നത്. ഡെങ്കിപ്പനി വേറെ. ഇങ്ങനെ മഴ പെയ്ത്ത് വരുമ്പോൾ ഇതും നമ്മുടെ നാടിൻ്റെ ദുരിതവുമായി കൂട്ടിച്ചേർന്ന് നമ്മളുള്ളിലേക്ക് ഇതെല്ലാം സാധാരണക്കാരെ ബാധിക്കുന്ന, വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന സംഗതികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ പലപ്പോഴും കാട്ടാനകൾ വരുന്നു, കരടി വരുന്നു, ഇതൊക്കെ നമുക്ക് അകലെ തോന്നും. പക്ഷേ ഇപ്പോൾ ചേരുംകുഴിയിൽ നമ്മുടെ മാന്നാമംഗലം പ്രദേശത്ത് ആനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 100 വാഴ ചവിട്ടി മരിച്ച് കളഞ്ഞു. കഴിഞ്ഞ വർഷം 2000 വാഴ മരിച്ചു. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. ആ കർഷകൻ ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ എന്ന് ആലോചിക്കുന്ന, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ കൊണ്ട് മനസ്സ് വേദനിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലത്തിലൂടെ നമ്മളവിടെ താമസിച്ചില്ലെങ്കിൽ പോലും ഇതെല്ലാം നമ്മുടെയും വേദനയായിട്ട് നാം മാറ്റിയാൽ മാത്രമേ ഒരു മനുഷ്യനായി മാറാൻ സാധിക്കുള്ളൂ. ആ തരത്തിലാണ് വൈദ്യരാശാണ് ഇടിമന്നിൽ അവിടെ ഉണ്ടായത്. മല ഇടിഞ്ഞുള്ള ഒരു വര പോലെ സംഭവിച്ചത് പ്രളയത്തിന് സമയത്താണ്. എന്തായാലും 4 ഭാഗം
ശ്രദ്ധിക്കപ്പെടണം എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ വികസനങ്ങളെല്ലാം ഈ നമ്മുടെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മല തുരന്നെടുക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ വയനാട്ടിലെല്ലാം വളരെ ശുദ്ധിയാണ്. എല്ലാം മലപ്രദേശങ്ങളിൽ ഇങ്ങനെ കുന്നിടിക്കുമ്പോൾ അതുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം താങ്ങാൻ പറ്റാത്തതും തടയാൻ പറ്റാത്തതാണെന്ന് പറയുമ്പോൾ ഗാഡ്ഗിലായാലും മറ്റവരൊക്കെ പറയുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അനുഭവങ്ങളുണ്ടാകുമ്പോൾ നാം പഠിക്കുന്നുമില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ കടൽ തീരത്തുണ്ടാകുന്ന പുളിമുട്ട് അശാസ്ത്രീയമായി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന കടലേറ്റം, വീടുകൾ ഒഴിച്ചു പോകുന്നത്, ഇതെല്ലാം ഒരു 10 ലക്ഷം കൊടുത്താലും സ്ഥലം കിട്ടില്ല. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടിട്ടാണ് നാം കഴിയുന്നത്. ബന്ധപ്പെട്ടിട്ടാണ് നാം ചിന്തകൾ സ്വരൂപിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, സംസാരിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ കോറി മാഫിയയുടെ കോറിയിൽ അതിനുടമസ്ഥനെ സർജിക്കൽ നൈഫ് കൊണ്ട് കൊന്നിട്ടുള്ള ഒരു കഥയാണ് നാം കാശ് കിട്ടാൻ വേണ്ടി. ഇങ്ങനെ ഒരു ഭാഗത്ത് രോഗങ്ങളാൽ, ഒരു ഭാഗത്ത് മഴകളാൽ, വേനലാണെങ്കിൽ സൂര്യാഘാതം, അങ്ങനെ ഒട്ടേറെ സംഭവങ്ങളുണ്ടാകും. ഈ മറ്റു ഭാഗത്ത് കൊലപാതകങ്ങൾ. ഇപ്പോൾ 10 വയസ്സായ കുട്ടിയെ ഡൽഹിയിൽ എവിടെയാണ് പീഡിപ്പിച്ച് കൊന്നു എന്ന് കേൾക്കുന്നത്. നമ്മുടെ നാട്ടിലും അത് കുറവല്ല. ഇങ്ങനെ വിവിധ തരത്തിൽ കൊലപാതകം ചെയ്യുന്ന, അമ്മയെ കൊല്ലുന്നവർ, അച്ഛനെ കൊല്ലുന്നവർ, തിരിച്ചു കൊല്ലുന്നവർ, അച്ഛൻ മകനെ കൊല്ലുന്നു, ഇങ്ങനെ വിവിധ തരത്തിൽ. ഇപ്പോൾ ഈ അടുത്താണ് നമ്മുടെ മദ്യവും മയക്കുമരുന്നും പട്ടിക്കാട് നിന്നാണ് പിടിച്ചത്. അവർ തോക്കും എല്ലാം കയ്യിലുണ്ട്. അവരുടെ കണക്ക് ഞാൻ ഏകദേശം 300 കിലോളം കഞ്ചാവുണ്ട്. ഹാഷിഷ് ഓയിൽ ഏകദേശം 1000 ഗ്രാമുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ 7 ലക്ഷത്തിൻ്റെ സ്പിരിറ്റ് പിടിച്ചു എന്നാണ് കേൾക്കും. നമ്മുടെ കുട്ടികൾ എവിടേക്കാണ് പോകുന്നത്? എൻ്റെ സമയം പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇന്നലെ ഞാൻ വേദനിച്ചൊരു ദിവസം കൂടിയായിരുന്നു. ഇന്ന് കാലത്ത് ആ വേദനയുടെ ആൾ വരികയും ചെയ്യും, എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീടിന് മുന്നിലുള്ള വഴിയിൽ ഒരാൾ മദ്യപിച്ച് കിടക്കുന്നുണ്ടെന്ന് എൻ്റെ ശ്രീമതി പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നു നോക്കിയപ്പോൾ ഹെൽത്തുകാരെല്ലാം വന്നു പോയി. അവർ കുടിച്ചിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ നല്ല പരിചയം തോന്നുന്നു. വളരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ വളരെ പരിചയമുള്ളതാണ്. ഒരു കോൺട്രാക്റ്റാണ്. കഴിച്ചിട്ട് യാതൊരു ബോധവും ഇല്ലാതെ. അതിൽ അദ്ദേഹം വീണ്ടും എനിക്കാണ് നോക്കുന്നുണ്ട്, പക്ഷെ വീഴുന്നുണ്ട്. ഞാൻ പറഞ്ഞു, താങ്കൾ എടുക്ക്, എനിക്ക് എടുത്ത് പൊന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇയാൾ കൈയും കാലൊക്കെ പൊന്തിക്കുന്നത് തടയാനും പറ്റും, വീട്ടിൽ കൊണ്ട് കിടക്കാനും പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇയാൾ എഴുന്നേറ്റ് പോകാനും പാടില്ല, പോകാൻ പറ്റില്ല. പക്ഷെ വണ്ടി എടുക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഗേറ്റൊക്കെ പൂട്ടിയായാലും അതിവിടെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് താങ്കളുടെ കിടക്ക് കുറേ കഴിഞ്ഞിട്ട് നമുക്ക് ആക്കാം. എനിക്ക് വീട്ടിൽ കിടന്നിട്ടും എനിക്ക് പ്രശ്നം വന്നില്ല. ഈ അവസ്ഥ ഞാൻ നേരിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തും കൂടി ഞങ്ങൾ എറണാകുളത്തേക്ക് അവൻ്റെ ആവശ്യത്തിന് പോയി. അവർ രണ്ടുപേരും കൂടി മദ്യസേവ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഓടിക്കേണ്ടതാണ്, മദ്യസേവ നിർത്ത്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വേണ്ടാന്ന് വെച്ചതാണ്. അല്ലാണ്ട് ഞാൻ പരിശുദ്ധ പുണ്യമായിട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി വേണ്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. അവരോട് പറഞ്ഞു, നീ ചെയ്യരുത്, നിർത്താം. പക്ഷേ എനിക്ക് കപ്പാസിറ്റി ഇരുന്ന് പിടിച്ചു. ട്രെയിൻ ഇറങ്ങി വണ്ടി എടുക്കരുത്. ഇവനെ ആർഡർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നീ വണ്ടി എടുക്കരുത്, നമുക്കവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ എന്നെ സഖാവെന്ന് വിളിക്കുക. സഖാവിന് പോകാം, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. ഞാൻ ഇവനെ വിട്ടിട്ട് ഒരു വീട്ടിൽ നിന്ന് ഞാനാണ് ഇറക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഒരിക്കലും എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി പെശകാണ്. അങ്ങനെ അവൻ്റെ വണ്ടിയിൽ കയറി അവൻ സ്റ്റാർട്ട് ചെയ്തത് ഓർമ്മയുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ്റെ ഫുട്പാത്തിലേക്ക് അങ്ങോട്ട് എടുത്ത് കയറ്റി. ഞാൻ തെറിച്ച് വീണു, അവനും തെറിച്ച് വീണു. ഞാൻ എൻ്റെ ഭാര്യക്കുള്ള ശ്വാസം കിട്ടാണ്ട് എഴുന്നേറ്റ് ഉപനെയാണ് ഞാൻ നോക്കിയത്. അവൻ തൊപ്പി തടഞ്ഞപ്പോൾ അവൻ ഷോൾഡറൊക്കെ ഉടഞ്ഞ് കിടക്കുന്നുണ്ട്, പല്ലൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ടും വണ്ടി ഓടിക്കാൻ ഞാൻ ചെവിടത്തൊരു അടി തരുമെന്ന് പറഞ്ഞ് പിപ്പിടി കേട്ടിട്ടാണ് നിർത്തത്. അവൻ്റെ വീട്ടുകാരെ വിളിച്ചു കൊണ്ടുവന്നു. അവനെ കൊണ്ടുപോയി, ഷോൾഡർ അവൻ്റെ പോയി, പല്ലും പോയി. ഇത് ആർക്കാണത് മനസ്സിലാക്കുന്നത്? ഇതിൻ്റെയൊക്കെ അനുഭവം കുടിക്കുമ്പോൾ അവന് വിചാരിച്ചിട്ടില്ല. അവൻ നല്ല കരുത്തുള്ള ആളാണ്, നല്ല ആത്മശക്തിയുള്ള ആളാണ്. പക്ഷേ മദ്യം അവന് വേറെ രൂപത്തിലാക്കി. ഇതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കേസ്. ഇദ്ദേഹം വളരെ വിഷമമൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിലുണ്ടായി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല. ആ കിടന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്നു. ഇയാൾ ഒറ്റയ്ക്ക് കിടന്നു, വല്ല അപകടം വിട്ടാലും അതും പ്രശ്നമല്ലേ. ചെന്ന് വിളിച്ചു, ചെറിയ ഓർമ്മ കിട്ടി, ഫോൺ നമ്പർ കിട്ടി. അവൻ്റെ പണിക്കാരനെ വിളിച്ചു മാനം പോകുമെന്ന് തോന്നി. പണിക്കാരനെ വിളിച്ച് അതിപ്പോൾ അദ്ദേഹം വീട്ടിൽ കൊണ്ടായി. ഇന്ന് കാലത്ത് വന്നു ആളെന്നെ കരച്ചിലായി. അത് ഞാൻ നേരത്തെ അറിയാം, എന്നെ സഖാവ് ചിലവർ സഖാവ് എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിൽ ഒരു ആർദ്രത കൂടും, നമുക്ക് ഉത്തരവാദിത്വം കൂടും. പരമാവധി സഖാവിനെ ഞാൻ വിളിക്കാരെന്ന് പറയും. എന്താ വെച്ചാൽ നമുക്ക് അത്രത്തെ കഴിവില്ല എന്ന് ഞാൻ പറയും. പക്ഷേ ചിലർ വിളിക്കുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥം കൊണ്ട് നമ്മൾ അറിയാതെ
അറിയാതെ അവനായിട്ട് ലയിച്ചു. ഇയാളും 10-23 വർഷം മുമ്പ് എന്നെ പരിചയങ്ങളാണ്. മറ്റൊരു കാര്യമാണ് ഞാൻ പറയും, അത് ബന്ധപ്പെട്ട ഒരാളും കൂടിയാണ്. എനിക്ക് അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് ഓർത്തെടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ പലതാണ്. മോൻ അദ്ദേഹം സിവിലാണ്, മക്കളെല്ലാം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ചേർന്ന് വെച്ചാൽ ഒരുത്തും പോയി. ഈ രണ്ടാമത്തെ മോൻ മസ്കുലർ ഡിസീസായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിവുണ്ടാവില്ല. അവൻ 19 വയസ്സിൽ മരിച്ചു. അതുകൂടി അദ്ദേഹം തകർന്നു പോയി. 2 പേർ സെമിനാരിയിലും പോയി. എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ, ഈ കോൺട്രാക്റ്റ് എടുത്തൊക്കെ നഷ്ടം വരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വട്ടം കറക്കിയപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ലഹരിയാണെന്ന് നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ലഹരിക്ക് അടിമപ്പെടുകയും അദ്ദേഹം മാന്യനായ ഒരാൾ വെട്ടുവിൽ കിടക്കുകയും തലയിടിച്ച് വീഴാതെ വീട്ടിലേക്ക് പോകാൻ സാധിച്ചത് ഭാര്യയും കുട്ടികളുടെ ഭാഗ്യം. അയാൾ പോകുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞു, നിർത്താൻ ശ്രമിക്കണം, ഇതുകൊണ്ട് തങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമം നടത്തണം. മരിച്ചുപോയ എൻ്റെ മകൻ്റെ ഓർമ്മ, ആ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ വെക്കൂ. അപ്പോഴേക്കും അത് വിധുവാൻ തുടങ്ങി. എന്നിട്ട് ഒരു പ്രതിജ്ഞ എടുക്കൂ, ഭാര്യയ്ക്ക് വേണ്ടി. നിങ്ങളുടെ ഭാര്യ എത്രത്തോളം വിഷമിക്കുന്നുണ്ടോ? നമുക്കൊക്കെ ഓടി നടക്കാം, ഭാര്യയ്ക്ക് എന്ത് സാധിക്കും? അവർക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് താൻ നിർത്താൻ നോക്കൂ. ഇനിയും തനിക്ക് കാലമുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുക. അവരൊക്കെ തിരിച്ചു വരും. മക്കളൊക്കെ നീ ഇതുവരെ വല്ല വിഷമം പ്രയാസം കുട്ടികളെ അറിയിച്ചോ? ഇല്ല, അറിയിക്കാതെയാണ് വലുതാക്കിയത്. അതിൻ്റേതായ പ്രയാസം അവർക്കറിയില്ല വിഷമത്തെക്കുറിച്ച്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കുട്ടികളാണവർ, അവർ തിരിച്ചു വരും, അവർ മനസ്സിലാവും എന്ന് പറഞ്ഞ് പോകുമ്പോഴും എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞിട്ടും മുത്തിയിട്ടാണ് പോയത്. എൻ്റെയും കണ്ണു നിറഞ്ഞു പോയി. ഞാൻ വീണ്ടും വരുന്നുണ്ട് മാഷെ, സഖാവേ എന്ന് വിളിച്ചു. സഖാവേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഴയ കാലത്തിലേക്ക് പോവുകയും, നമ്മളെല്ലാം ചില മനുഷ്യർക്ക് സ്നേഹത്തിൻ്റെ എന്താണ് ചെറിയ പ്രതീകങ്ങളായി മാറുന്നു നമുക്ക് ഉത്തരവാദിത്വം കൂടുതൽ. എന്തായാലും ഞാൻ ഈ പറഞ്ഞു കൊടുത്തത്, മദ്യവും മയക്കുമരുന്ന് നമ്മൾ എത്രത്തോളം സ്വാധീനിക്കുന്നു. ഞാൻ കുട്ടികളെല്ലാം എഡിക്ഷൻ സെൻ്ററിലെല്ലാം കൊണ്ടുപോയി പലപ്പോഴും വിജയിച്ച് വരുമ്പോൾ വീണ്ടും പൂരം വേറെ വരുമ്പോൾ വീണ്ടും ഒരു കുടിക്കാൻ തുടങ്ങും. ഇതെല്ലാം രാഷ്ട്രീയക്കാരോട് പറഞ്ഞിട്ട് വലിയൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടിസിന് ഇവരെല്ലാം നമ്മുടെ കുട്ടികളെല്ലാം അതെല്ലാം ഞാൻ അവസാനം പറയാൻ വെച്ചിരിക്കുക. അപ്പോൾ ഈ മദ്യം മയക്കുമരുന്ന് ഇപ്പം പിടിച്ചു എന്ന് പറഞ്ഞല്ലോ, ഈ സമയത്താണ് ഇതിനെതിരായിട്ട് ശരിക്കും മദ്യനിരോധന സമിതിയും മറ്റൊക്കെ ഈ പത്രത്തിൽ വാർത്ത തന്നെ ഓരോ ഗ്രാമം ദത്തെടുക്കണം, അവരുടെ വീടുകളിൽ പോയി കുടിക്കാൻ. നിങ്ങളൊക്കെ ചെറിയ ശ്രമം നടത്തിയാണ്, വിജയിച്ചില്ല. ഞാൻ ആലോചിക്കും, ഈ അച്ഛന്മാർക്ക് വരദാനുള്ള അച്ഛന്മാരും സന്യാസിമാരും ഒക്കെ ഒന്ന് വീടുകളിൽ ഇറങ്ങിയിട്ട് ചെറിയ നെറ്റി പിടിച്ച് അവരെ ഈ മദ്യപാനം ഒന്ന് നിർത്തിയെങ്കിൽ എത്ര ഉപകാരമുണ്ടെന്ന്. നമുക്ക് വരമൊന്നുമില്ല എൻ്റെ കയ്യിൽ. ഉണ്ടെന്ന് വെച്ചാൽ ഓരോരുത്തരെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്ര നല്ല മനുഷ്യരാണ് മദ്യപിക്കുന്ന ആളുകൾ പലരും. പഠിച്ച് കഴിയുമ്പോഴാണ് അതുകൊണ്ടാവും. സർക്കാർ ചിന്തിക്കണം, അവരെ മാനസിക ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ആ ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം എത്രത്തോളം വ്യാകുലപ്പെട്ടായിരിക്കും. കുട്ടികളൊക്കെ ഇപ്പോൾ ഇതെല്ലാം മനസ്സിലിരുത്തി വേണം കോടന്നൂർ സമരത്തെ കാണാൻ. കോടന്നൂർ സമരം ഇപ്പോൾ കൊല്ലങ്ങളെല്ലാം നീണ്ടു പോവുകയാണ്. എനിക്ക് മറ്റൊരാഴ്ചയിലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ നേരം കിട്ടാത്തത് കൊണ്ടും ഇതെല്ലാം പലപ്പോഴും അലസത വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ആഴ്ചയിൽ പറയാൻ സാധിക്കുന്നില്ല. 5618 ദിവസങ്ങളായി, ഏകദേശം 15 വർഷം. 1098 കൊക്കർനിക്കൽ പ്രകാശൻ, പാണപ്പറമ്പിൽ വിനേഷ്, പറവത്ത് ശകുന്തള, പാറയ്ക്ക് കരുത തുടങ്ങി 2-4 ആഴ്ചയായിട്ട് 3 ആഴ്ച ആളുകൾ ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. അവരെ സമരം ചെയ്യുകയാണ്. പിന്നെ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അത് വിവരിക്കുന്നില്ല. ആ സമരത്തിന് അന്ത്യം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫാദർ ദേവസി പന്തലുകാരൻ അച്ഛൻ പറഞ്ഞ പോലെ ഇന്നെങ്കിലും ഒരു ദിവസം ഈ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ടുള്ള വിധി വരും. ഈ കോടന്നൂരത്തെ ബാറ് അടച്ചുപൂട്ടുന്ന ഒരു ദിവസം വരും തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ബാർ മുതലാളിമാർക്ക് വേണ്ടി ഓശാന പാടുന്ന ഈ രാഷ്ട്രീയക്കാർ ഒരു നാൾ കുറ്റവിചാരണയ്ക്ക് വിധേയപ്പെടും. അതുവരെ നമ്മളിങ്ങനെയുള്ള സമരങ്ങളും അവരെ സഹായിക്കാനുള്ള മനസ്സും നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ഇതിനിടയിലെല്ലാം പലപ്പോഴും നമ്മളും എല്ലാ കാര്യങ്ങളും ഞാൻ കുറിപ്പൊക്കെ വച്ചിട്ടുണ്ട്, പലപ്പോഴും തെറ്റിപ്പോകും. ഒന്ന് ഈ നമ്മുടെ റെയിൽവേ രക്ഷക് അതിൻ്റെ പണി ചെയ്യുന്ന ഈ ജോലി ചെയ്യുന്ന 10-20 കിലോമീറ്റർ അവർ നടക്കണം. ഈ അടുത്താണ് ഒല്ലൂരിൽ ഉത്തമൻ എന്ന ആൾ ട്രെയിൻ ഇടിച്ച് മരിച്ചത്. രക്ഷക് എന്നുള്ള ഉപകരണം വെച്ചിട്ടെങ്കിലും അതിൻ്റെ ശക്തി വളരെ കുറവാണെന്നും ഇവർ ഈ ട്രെയിൻ വരുന്നത് അറിയുന്നില്ലെന്നും അങ്ങനെ 100 കണക്കിന് പലരും ഇത് ഇങ്ങനെ മൂലം മരിച്ചിട്ടുണ്ടെന്നും
ഇതൊന്നും ഇന്ത്യൻ റെയിൽവേ, മെട്രോ റെയിൽവേ മറ്റത് മറിച്ചൊക്കെ ആക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും ഈ അടിസ്ഥാന തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ രക്ഷകർ ഉപയോഗിച്ചിട്ടും വേണ്ടത് പ്രയോജനമില്ലാത്തൊരവസ്ഥയിലും കൂടി നമ്മുടെ കണ്ണു തുറക്കണം. നമ്മുടെ എല്ലാം വികസനം വലിയ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരായ നമ്മൾ ചന്ദ്രനിലേക്കും സൂര്യനിലേക്കൊക്കെ വിടും. പക്ഷേ ട്രെയിൻ തെറ്റി മരിക്കാതിരിക്കാനുള്ള ശാസ്ത്രവിദ്യ നാം കണ്ടുപിടിക്കാതെ ചന്ദ്രനിലേക്ക് സൂര്യനിലേക്ക് പോകുന്ന ആ രീതി ഉണ്ടല്ലോ, ഒട്ടും ശരിയല്ല. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഈ തൊഴിലാളികളുടെ കുടുംബത്തെ എത്ര പൈസ കൊടുത്താലും അധികമില്ല. അത്രത്തോളം നിരാലംബരാണ്, ദാരിദ്ര്യത്തിൽ മുഴുകിക്കഴിയുന്നവരാണ് ഇയാളുടെ പൈസ മാത്രം കരുതി ജീവിക്കുന്ന സാധാരണക്കാർ. ഇതെല്ലാം ഗവൺമെൻറ്റിന് കണ്ണു തുറക്കുന്ന എന്നായിരിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ എന്തുണ്ടെങ്കിലും നമുക്ക് വിവാഹത്തിന് ഇപ്പോൾ ദിവ്യസ് നായർ അയ്യർ, എനിക്ക് തോന്നിയില്ല, ഞാനത് കണ്ടു. രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നു, രാധാകൃഷ്ണൻ മാറി നിൽക്കുന്നു. ആ കെട്ടിപ്പിടുത്തം വളരെ വളരെ ആത്മാർത്ഥമായിട്ടും കെട്ടിപ്പിടിക്കുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ചിലർക്ക് വെളുപ്പ് അയ്യർ എന്നുള്ളതെല്ലാം, ആ കുട്ടി എന്ത് വെളുത്തേനായി, ആ കുട്ടി എന്ത് പഴച്ചു. അയ്യർ എന്ന് പറഞ്ഞാൽ അവരിട്ടതല്ലല്ലോ വാസ്തവത്തിൽ, ആ രണ്ടും അവരിട്ടതല്ല. ഇനിയും നമ്മൾ അങ്ങനെ നിൽക്കരുത്. ഇപ്പോൾ ചില ഭ്രാന്തന്മാർ, ഭ്രാന്തന്മാരുടെ ജാതി നമ്മുടെ ഈശ്വർ പറയില്ലേ, രാഹുൽ ഈശ്വർ, ഞാൻ സവർണനാണെന്ന് പറയുന്ന ഭ്രാന്തന്മാരുണ്ട്. ഇന്ന് ദളിതുകളുണ്ട്, ഞങ്ങൾ ദളിതരാണ്, ഒരിക്കലും ഇത് മാറാൻ ഉദ്ദേശിക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് രണ്ടും ശരിയല്ല വാസ്തവത്തിൽ. ഇവിടെ പാർട്ടിക്കാരെല്ലാം എന്ത് ചെയ്തു, അത് ഗംഭീരമായി വലിയ എന്തായി ഇപ്പോൾ ആ ദിവ്യസ് നായർ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തായി, ആ ദിവ്യസ് നായരെ വിമർശിക്കാനുള്ള മറ്റേ CPM വരെ എതിർക്കാൻ വേണ്ടി ഇവരും കൂടി എതിർക്കേണ്ടി. ഞാൻ അവരുടെ സംസാരം കിട്ടും, വളരെ നന്നായിട്ട് വായിക്കുകയും പഠിക്കുന്ന ഒരു കുട്ടി, ഡാൻസും പരിപാടി ചെയ്തു, പബ്ലിസിറ്റിക്ക് ഇഷ്ടപ്പെടും. ഇട്ടോട്ടെ, നമുക്ക് എന്താ പ്രശ്നം, നിങ്ങളല്ലാതെ നിങ്ങളുടെ നഷ്ടം അനുഭവിക്കുന്നുണ്ടോ ഇല്ല. പിന്നെ പ്രോട്ടോക്കോൾ തെറ്റിച്ചു, ഇതെല്ലാം ആരുടെയൊക്കെ പ്രോട്ടോക്കോൾ, വെള്ളക്കാരുടെയൊക്കെ പ്രോട്ടോക്കോൾ നാളെ എന്തിനും അനുസരിക്കണം. ഒരു മനുഷ്യനെ കണ്ടു മന്ത്രിക്ക് അപ്പോൾ ആരോ പറഞ്ഞത്, നമ്മുടെ മറ്റേ അഡ്വക്കേറ്റ് ഞാൻ പേര് പറഞ്ഞു, കുട്ടപ്പൻ, മന്ത്രി കുട്ടപ്പനായിരുന്നു. ഇദ്ദേഹം ഒരാൾ അവിടെയുള്ള കതറിട്ട ആൾക്ക് ഷേക്കർ കൊടുത്തു, ചോദിച്ചു വന്ന പറഞ്ഞു ജോലിക്കാരനോട് ഉടനടി അയാളോട് വിഷയം ചോദിച്ചു, സസ്പെൻഡ് ചെയ്തു. സ്നേഹം കൊണ്ടാണ് കൈകൊടുത്തത്, തന്നെ നേതാവുകളുടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ മന്ത്രിക്ക് ഭയങ്കര ഇതായി, കഴിഞ്ഞ മോശക്കാരനായില്ലോ എന്ന് പറയും. കോടതിയിൽ പോയിരുന്നു, അത് ശരിയല്ല, പ്രോട്ടോക്കോൾ തെറ്റിച്ചു പോകും. എന്ത് പ്രോട്ടോക്കോൾ? ഒരു മനുഷ്യനെ കെട്ടിപ്പിടിക്കാൻ സാധാരണ ചിലപ്പോൾ സീപ്പുകാരൻ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കണം, സ്നേഹം തോന്നി അതിനുള്ള അവസരമുള്ള ഒരു രാജ്യമായിട്ട് മാറണം വാസ്തവത്തിൽ. ഈ പ്രോട്ടോകോൾ പറഞ്ഞിരിക്കുന്നത് കൊളോണിയൽ രീതിയെല്ലാം മാറ്റണം. ഇവിടെ അയാൾ കളക്ടറായിരിക്കും. പക്ഷേ അന്ന് പറഞ്ഞു, ചിമ്മിനിയുടെ മറ്റേ ആദിവാസി ഊരുകളിൽ പോയപ്പോൾ രാധാകൃഷ്ണൻ അവരുമായി ലയിച്ചു ചേരുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത് നേരിട്ട് കണ്ട് ഒരുമിച്ച് പോയി. അപ്പം ഞാൻ പല നേതാക്കളെയും കണ്ടിട്ട് അതിൽ വ്യത്യസ്തമായ ഒരു ആളെയാണ് കാണുന്നതുകൊണ്ട് എനിക്കുള്ള സന്തോഷം കൊണ്ടാണ് ഞാൻ കെട്ടിപ്പിടിച്ചത്. അതപ്പോൾ കുറച്ച് മുമ്പ് ഇതിൽ ഇത്ര വലിയ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടത് ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല വാസ്തു. ഇതിനൊക്കെ ഇങ്ങനെ മുറിക്കാൻ അവർ കരച്ചിൽ വന്നു വാസ്തവത്തിൽ. ഇങ്ങനെ അറകളായി മാറാൻ നമ്മൾ അനുവദിച്ചുകൂടാ. വളരെ ഗംഭീരമായി രാധാകൃഷ്ണൻ കൂടി കെട്ടിപ്പിടിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ, ഒരാൾ കെട്ടിപ്പിടിക്കും. പക്ഷേ അങ്ങനെ ചെയ്ത് നിങ്ങൾ വലിയ പുകിലായിട്ട് മാറ്റുന്ന രീതിയിലേക്ക് നാം ചുരുങ്ങി പോവുകയാണ്. ഓപ്പണായിട്ടാണ് ചെയ്യുന്നത്, രഹസ്യമായിട്ട് ചെയ്യുന്നതല്ല. എല്ലാ കളത്തരവും ചെയ്യുന്നുണ്ട് നാട്ടുകാർ, ബിഷപ്പുമാർ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാം രഹസ്യമായിട്ടാണ്. പക്ഷേ ഇത് പരസ്യമായിട്ട് ഒരു തെറ്റുമില്ല, കെട്ടിപ്പിടിച്ച ചിലർക്ക് വികാരം ഉണ്ടാവണമെങ്കിൽ അത് അവരുടെ കുറ്റം. അതിന് മാറുന്ന മോചനം ഉണ്ടാവാനുള്ള പരിശീലനമാണ് നാം ഉണ്ടാക്കുന്നത്. ഇവർ വളരെ ഓപ്പണായിട്ടാണ് ചെയ്തത്, ഓപ്പൺ മൈൻഡായിട്ടാണ് ചെയ്തത്. അത് മറ്റുള്ളവർ കാണണമെന്നല്ല, അതൊരു അങ്ങനെ ഒരു ഫേസ്ബുക്കിലിട്ടെങ്കിൽ തെറ്റെന്താണ്, വെറുതെ ഇങ്ങനെ കൊല്ലുന്നതിന് ഒരർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ നീറ്റ് പരീക്ഷ വന്നു, പാവങ്ങളായ കുട്ടികൾ എത്രയോ നാൾക്ക് പഠിച്ചതെല്ലാം ഓരോരുത്തർ ചോദ്യപേപ്പർ കാശ് കൊടുത്ത് ഭയങ്കര എന്തെല്ലാം നടക്കണം. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ട്രെയിനിൽ പോയി ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടു പോകുന്നു. പ്ലെയിനിൽ അവിടെ പോയില്ലെങ്കിൽ അത് ഇടിഞ്ഞു കൊള്ളു വീഴും. കാശെല്ലാം മേടിച്ച് പറ്റിക്കുക. നമ്മുടെ PSC തട്ടിപ്പ്, ഇതൊക്കെ സാധാരണക്കാരിൽ എത്രത്തോളം അരിശുണ്ട്. പലരും വിദേശത്തേക്ക് പോകുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടുകൂടിയാണ്. പലരും തീവ്രവാദികളാവുന്നത് ഇതെല്ലാം കാരണം കൊണ്ടുകൂടിയാണ്.
മനുഷ്യരിൽ അവകാശങ്ങളിൽ വിശ്വാസമില്ല, കോടതി വിശ്വാസമില്ലായിരിക്കും, ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാതിരിക്കുന്നൊരു സമയത്തിലേക്ക് വരും. നീറ്റ് പരീക്ഷയെ പോലുള്ളവരെല്ലാം വാസ്തവത്തിൽ അവരെല്ലാം എന്തെല്ലാം ചെയ്യണം എന്ന് പറയും. ഇപ്പോൾ പി ജി സ്റ്റുഡൻറ്റിൻ്റെ എല്ലാവരുടെയും പരീക്ഷ മാറ്റിയിട്ടു. ഇപ്പം MD മെഡിക്കൽ രംഗത്ത് PG ചെയ്യുന്ന MDക്ക് പഠിക്കുന്ന പരീക്ഷ ചെയ്യുന്ന കുട്ടികൾ പറയുന്നു, ഞങ്ങൾ 1.5 വർഷമായിട്ട് പഠിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് മറ്റുള്ള ഹോസ്പിറ്റലിൽ കയറണം. ഇപ്പോൾ എന്തുണ്ടാവണമെങ്കിൽ അവിടെയെല്ലാം ഷോർട്ടേജ് ഉണ്ട്. ഇവർ പാൻഡമിക് ആയിട്ടൊരു അസുഖം വന്നാൽ എല്ലാവരും ഞങ്ങളെല്ലാം ഇനി പരീക്ഷ പഠിച്ചിട്ട് വിജയിച്ചിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോഴും വലിയ ഡോക്ടർമാരുടെ അഭ്യാപ്തി വരും, ദൗർലഭ്യം വരും, അത് വലിയ പ്രശ്നത്തിലേക്ക് വരും. ഇത്തരത്തിൽ ഒട്ടേറെ സംഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നാം ഇതിനെല്ലാം മാറ്റിമറിക്കേണ്ട ഒരു സമയം അതിക്കണം. ജനങ്ങൾ ജാഗരൂകരാകണം. സിവിൽ സൊസൈറ്റി ഉയർന്നു വരേണ്ടിയിരിക്കണം. ഈ സമയത്താണ് ഹേമന്ത് സോറൻ ജയിൽ മോചിതനായി എന്നുള്ളൊരു വാർത്ത വരുന്നത്. അദ്ദേഹം കളവ് ചെയ്തുകൊണ്ടോ പറ്റില്ല. പക്ഷേ ആ നിയമത്തിൻ്റെ ഒരാളെ കൊടുക്കാൻ വേണ്ടി, എതിർപക്ഷത്തെ കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് നിയമങ്ങൾ കൊണ്ട് EDയും CBIയും അതുപോലെ തന്നെ ആദായ നികുതിയൊക്കെ തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ മാത്രം ചെയ്യുന്നത് നീതി നിഷേധമാണ്, ഈ തെമ്മാടിത്തരമാണ്. ഇവിടുത്തെ കെജ്രിവാൾ വീണ്ടും ജയിലിലായിരിക്കും, തീഹാർ ജയിലിലേക്ക്. അദ്ദേഹത്തെ വീണ്ടും കുടുക്കിയിരിക്കുന്നു, CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം എന്താ കാണിക്കുന്നത്? ഇവിടെ കൊലപാതകം ചെയ്യുന്നവരൊക്കെ രക്ഷപ്പെട്ട് നടക്കുകയാണ് വാസ്തവത്തിൽ. തെമ്മാടിത്തരം ചെയ്യുന്നവരൊക്കെ സുഖമായിട്ട് വെള്ളമെടുത്ത് നടക്കുന്നു, എല്ലാ തെമ്മാടിത്തരും. പക്ഷേ കെജ്രിവാളിനെ പോലുള്ള ആളുകൾ ജയിലിൽ കിടക്കും. ഇതൊരു വലിയൊരു വിരോധാഭാസമാണ്. സുപ്രീം കോടതിയിൽ വേണമെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവുന്നതായിരിക്കുന്നു. എന്തായാലും ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഈ മൂന്നാം മുന്നണി ശക്തിയായിട്ടുണ്ട്. BJPക്ക് പണ്ടത്തെ 400 സീറ്റ് കിട്ടിയിട്ടില്ല, വളരെ കുറച്ച് ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ നിതീഷ് കുമാറും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രബാബു നായിഡുവാണ്. ആളുകൾ എപ്പോൾ വേണമെങ്കിൽ കാലുമാറാം, അതൊക്കെ സാധ്യതകൾ നിലനിൽക്കണം. അതുകൊണ്ട് വലിയ കുത്തിച്ചാട്ടുണ്ട്. എന്നിട്ട് പോലും ഈ പരിപാടികൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ ആശങ്കയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നീറ്റ് മൊത്തത്തിൽ ജനം വ്യത്യാസമാവുന്നുണ്ട്. ഈ 4ാം വട്ടം കൂടി വന്നു കഴിഞ്ഞാൽ എന്തായാലും സ്ഥിതി, 3ാം വട്ടം കൂടി വന്നാൽ സ്ഥിതി, രാമക്ഷേത്രം ചോർച്ചയുണ്ടെന്ന് പറയുന്നു, അല്ലാന്ന് പറയുന്നു. എന്തായാലും ഇതെല്ലാം സാധാരണ ഹിന്ദിക്കാർക്കിടയിൽ അയോധ്യയിൽ ജയിച്ചത് BJP അല്ലെന്നും കൂടി തിരിച്ചറിവ് BJPക്ക് വന്നു. അപ്പോൾ ജാതി മതം കടിച്ചുകൊണ്ട് അധികം കാലം സഞ്ചരിക്കാൻ പറ്റില്ല. ജനങ്ങൾ ബോധവാന്മാരാകും. അപ്പോൾ അവർ സാക്ഷരരാകുമ്പോഴുകൂടി ഈ തട്ടിപ്പിനെ അവർ അനുകൂലമായി നിൽക്കില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം എവിടെയും. അപ്പോൾ ഇവിടെ അയോധ്യ ഏറ്റവും പ്രശ്നസംഘ സ്ഥലത്ത് അവിടെ ജയിച്ചത് അഖിലേഷ് യാദവിൻ്റെ പാർട്ടിക്കാരായി ആണെന്നുള്ളത് നമുക്ക് ശുഭകരമായ ഒരു കാര്യമായിട്ട് തോന്നുന്നതാണ് വാസ്തവത്തിൽ. എന്തായാലും കെജ്രിവാളിനെല്ലാം ജാമ്യം കിട്ടട്ടെ. ഈ ജാമ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജൂലിയൻ അൻസാർ, അതായത് അമേരിക്കൻ വിക്കിലീക്സിൻ്റെ പുറത്ത് വിട്ടിട്ടുള്ള ഇറാഖ് യുദ്ധത്തിൽ ആസായുധമുണ്ടെന്നിട്ടാണല്ലോ ചെയ്തത്, ഇല്ലെന്ന് പിന്നെ തെളിഞ്ഞു. റോയിട്ടർ പത്രക്കാരെ കൊന്നതും അതിൻ്റെ എല്ലാവിധ രഹസ്യ കാര്യങ്ങളും പുറത്തേക്ക് വന്നപ്പോൾ ഈ ജൂലിയൻ അസൻസ് എന്ന് പറയുന്ന അദ്ദേഹം ആസ്ട്രേലിയക്കാരനാണ്, മാധ്യമപ്രവർത്തനാണ്, ഗൗരവമായിട്ട് പക്ഷേ അദ്ദേഹത്തെ വേട്ടയാടി വേണമെങ്കിൽ 175 വർഷം വേണമെങ്കിൽ ജയിച്ച് അനുഭവിക്കാം. ഇപ്പോൾ അദ്ദേഹം ന്യൂജനായിട്ട് പക്ഷേ കണ്ടീഷനുണ്ട്, അംഗീകരിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇത് നമുക്ക് സന്തോഷം. പക്ഷേ സന്തോഷത്തോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തനം ഒരു ഭയാശങ്കി സ്വാതന്ത്ര്യത്തിൻ്റെ കൂച്ചുവലിടുന്ന ഒരു മാധ്യമ സംസ്കാരവും ലോകത്തിലെവിടെയും വരുന്നു. ഇവർ ദിമിത്രി മൊറട്ട വന്നിട്ട് 2-3 കൊല്ലം മുമ്പ് മനുഷ്യാവകാശ നോബൽ സമ്മാനം കിട്ടിയ പത്രപ്രവർത്തകരാണ്. ഫിലിപ്പീൻസുകാരിയായ മരിയ റസ എന്ന് പറഞ്ഞാൽ കിട്ടിയിരുന്നത്. പക്ഷേ ദിമിത്രോവിൻ്റെ 8 മാധ്യമപ്രവർത്തകരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വധിക്കപ്പെട്ടത്. നമ്മുടെ പുട്ടിനാണ് അതിൻ്റെയൊക്കെ സൂത്രധാരകൻ എന്നും കൂടി തിരിച്ചറിഞ്ഞാൽ നമ്മുടെ സിദ്ദിഖാപ്പൻ ഇപ്പോഴും ജയിലിലാണ്. പലരും മാധ്യമപ്രവർത്തകർ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും കൊല ചെയ്യപ്പെടേണ്ടത് എന്നും കൂടി നമ്മൾ ഈ സമയത്ത് തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമാകെ തന്നെ ഇപ്പോഴും അശാന്തിയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പലസ്തീൻ എത്ര കാലം 35,000 മേലാൾ മരിച്ചാൽ നമുക്ക് പ്രയാസമില്ലാതായിരിക്കുന്നു, വാർത്തയില്ലാതായിരിക്കുന്നു. ആ കരയുന്ന കുഞ്ഞുങ്ങളുടെ വേദനാജനകമായ മുഖം നമുക്കുണ്ട്. എന്നാൽ ഹമാസ് തിരിച്ചടിക്കുന്നു പലയിടത്തും, അതിനെതിർക്കുന്നു പലസ്തീൻ ഉണ്ടാവുന്നു. അതുപോലെ ഹിസ്ബുള്ള അതിനെതിരായിട്ട് ഇപ്പോൾ ലെബനനിലേക്ക് പോർമുഖം തുറക്കുമോ എന്നൊരു ആശങ്ക ഉണ്ടാക്കുന്നു. ഇപ്പോൾ റഷ്യയിൽ
മുസ്ലിം തീവ്രവാദികൾ സ്ഫോടനം നടത്തിയിരിക്കുന്നു. അത് മറ്റൊരു ദിശയിലേക്ക് നയിക്കുന്നു. വിവിധ രീതിയിലാണ് ലോകം മാറുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡനും ട്രംപും ഉള്ള വാസ്തവത്തിൽ പൊതു മീറ്റ് പ്രോഗ്രാം നടക്കുകയാണ്. ബൈഡൻ്റെ താഴേക്കാണ് എനിക്ക് തോന്നുന്നു. വാസ്തവത്തിൽ ബിഗ് ബോസ് ഞാൻ ആലോചിച്ചപ്പോൾ ബിഗ് ബോസ് നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ കൊണ്ടൊരു മാസം നിർത്തണം, 3 മാസം 1 മാസം യഥാർത്ഥ സ്വഭാവം പുറത്തുകാരാൻ കാണാൻ സാധിക്കുമ്പോൾ ബിഗ് ബോസിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്വഭാവം കറി പിന്നെ സ്വഭാവങ്ങൾ ഉണ്ടാക്കാൻ ബിഗ് ബോസിൻ്റെ ഒക്കെ കളികൾ നിർത്തും, തല്ലി പിടിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ, കൂടുതൽ തല്ലുണ്ടാവുക എന്താ നിങ്ങൾ തല്ലുടനെ ചോദിക്കാൻ, പിന്നെ സമാധാനം, പിന്നെ ശാന്തി, പിന്നെ വഴക്കുണ്ടാക്കുക. ഇതൊക്കെ വാസ്തവത്തിൽ രാഷ്ട്രീയക്കാരും കൂടി ഉണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പ് ഇത്യാദി പരിപാടികൾ ഒരു സർപ്പജ്ഞം പോലെ ഇവരെ നിർത്തി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ അത് ഷോ മാറ്റണം എന്നാണ് കൂടിയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഞാൻ ഈ നമ്മുടെ കേരളത്തിലേക്ക് തന്നെ വരികയാണ്. ഇലക്ഷൻ കഴിഞ്ഞു. ആരോ പറഞ്ഞ പോലെ എല്ലാവരും സ്തുതി പിടിച്ച് കെട്ടിപ്പിടിക്കുകയും ഉമ്മം വയ്ക്കുകയും നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ വാരിപ്പുണരുകയും കുട്ടികളെ ഉമ്മം വയ്ക്കും, മുട്ടായി കൊടുക്കുകയും പലഹാരം കൊടുക്കുകയും ചാരായം കൊടുക്കുകയും അരി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇനി നമ്മളാണ് കൈകൂപ്പുന്നത്. നമ്മൾ കൈകുപ്പിക്കൊണ്ടേയിരിക്കും, തല വണങ്ങിക്കൊണ്ടേയിരിക്കും. അവർ നെഞ്ച് വിരിച്ച് കണ്ണുരുട്ടി കാണിച്ചു തുടങ്ങും. ഇപ്പോഴന്നെ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി അവരെ മീറ്റിങ്ങിന് വിളിച്ചാൽ, ഉദ്ഘാടനത്തിന് വിളിച്ചാൽ, ഏതെങ്കിലും പരിപാടിക്ക് ചെന്നാൽ അവരുടെ സ്വഭാവം തന്നെ പുറത്തേക്ക് വരും. ജനങ്ങളാണ് അധികാരികൾ എന്ന് തോർച്ചുണ്ടാവുക. അത് ആറിന് അവർക്ക് ഇല്ലാതായി പോകും. ഈ സമയത്തൊക്കെ തിരിച്ചടി നൽകേണ്ടതാണ്. ഇപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഈ ഇലക്ഷൻ്റെ എന്താണ് 4-ാം തീയതി റിസൾട്ട് വരുന്ന 4-ാം തീയതി തന്നെയല്ലേ എന്ന് തോന്നുന്നു. ഇനി കാലത്ത് ഞാൻ കോഴിക്കോടൊക്കെ വൃത്തിയാക്കുന്ന സമയത്താണ് നമ്മുടെ സീന ഭാസ്കർ വിളിക്കുന്നത്. നിങ്ങളെല്ലാം കൂടി കോമ്രേഡ്, നിങ്ങളെല്ലാം കൂടി സുരേഷ് ഗോപി ജയിപ്പിച്ചു അല്ലേ ജയിപ്പിക്കുന്നുവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബോധ്യപ്പെട്ടു. എൻ്റെ ധാരണ ഒരു 12 മണി 1 മണിയാകുമ്പോഴേക്കും വിവരം അറിയില്ലോ. അപ്പോൾ അതൊക്കെ അപ്പോൾ കാണാമെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇല്ലല്ലോ, റിസൾട്ട് വന്നിട്ടില്ല, നോക്കുന്ന ടി വിയിൽ പോയിട്ട് എന്താ സുരേഷ് ഗോപി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെല്ലാം ജയിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ വരാൻ വഴിയില്ല. ഒരു നിസ്സാര അവസാനം വരെ ജയിക്കുമെന്നായിരുന്നു. ഒന്നല്ലെങ്കിൽ മുരളീധരനെങ്കിലും ജയിക്കും. പക്ഷേ നമ്മുടെ സുനിൽകുമാർ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹം താഴ്ന്ന നിലയിൽ വന്ന ആളാണ്, നാട്ടുകാരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതാണ്, നാട്ടിലത്തെ എന്ത് പ്രശ്നത്തിന് മുന്നിലാണ് തന്നെ ഏൽപ്പിച്ച കൃഷിമന്ത്രി എന്ന നിലയ്ക്കും മറ്റുള്ളതൊക്കെയും വളരെ ഗംഭീരമായി പ്രവർത്തിച്ചു. ഒരുപക്ഷെ 2ാം മന്ത്രിസഭ കയറുന്നതിൽ പലവിധ മന്ത്രിമാരുടെ കഴിവും കൂടി അതുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആവട്ടെ, തോമസ് ഐസക്കിൻ്റെ ഈ മസാല കിപ്പി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആരോഗ്യമന്ത്രിയുടെ ശൈല ടീച്ചറുടെ, അതുപോലെ വിവിധ മന്ത്രിമാരുടെയും കൂടി കൂട്ടായ പരിശ്രമത്തിൻ്റെ മേൽവിലാസത്തിലാണ് 2ാം മന്ത്രിസഭ ഉണ്ടായത്. അവിടെയൊക്കെ പലപ്പോഴും മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ കടക്ക് പുറത്ത് എന്നുള്ളത് താന്നുപോയും ഇവരുടേതത് ബാലൻസ് ചെയ്യുകയും കൂടി ചെയ്തു. അങ്ങനെയുള്ള സുനിൽകുമാർ തോൽക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ തോറ്റിരിക്കുന്നു. പലപ്പോഴും പറയും ക്രിസ്ത്യാനികളൊക്കെ മാറ്റി കുത്തിയതാണ്. അങ്ങനെയല്ല വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത്. ഇവിടെ ന്യൂനപക്ഷത്തിൻ്റെ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനികളുടെയൊക്കെ ന്യൂനപക്ഷത്തിൻ്റെ കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംഭവിച്ചത് നമ്മുടെ ബേസ് വോട്ട് ഈ ഇടതുപക്ഷത്തിന് ചെയ്തിരുന്ന ആളുകൾ തേച്ചു കൊത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണങ്ങളുണ്ട്. ഈ കരുവന്നൂര് ഈ സംഭവം തൃശ്ശൂർ ജില്ലയിൽ പിടിച്ചുലുക്കിയിട്ടുള്ളതാണ്. വേണ്ട കുട്ടല്ലൂർ ഞാൻ മന്ത്രി രാജനോടും ഈ നമ്മുടെ സുനിൽകുമാറിനോട് നേരിട്ട് പറഞ്ഞു. സുനിൽകുമാറിനോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല, രാജനോട് പറഞ്ഞു ഇവിടെ പ്രശ്നമുണ്ട്, നിങ്ങൾ വീടുകൾ കയറി. അതിന് ഞാൻ തന്നെ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ നോക്കി. പക്ഷേ അവർ പലരും മുരളീധരന് വോട്ട് ചെയ്യുന്നു പറഞ്ഞെങ്കിലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യില്ല എന്ന്. സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ട് വൈരാഗ്യമുള്ളതുകൊണ്ടല്ല, മറിച്ച് ഒരു ചിന്താ പദ്ധതിയുടെ ആളെന്ന നിലയ്ക്ക് അതിനായി അടിമപ്പെട്ടു പോകുന്ന നിലയ്ക്ക് ഈ ഇന്ത്യയുടെ കേരളത്തിൻ്റെ മതസൗഹൃദം തകർക്കാൻ ഇവരെ കൊണ്ട് സാധിക്കാൻ ശ്രമം നടത്തും. എന്നാൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന നേതാക്കൾ ഈ കേരളത്തിലെ അതിലെങ്കിലും ഉത്തരേന്ത്യയിലുള്ളതുകൊണ്ട് അമിത്ഷായെ പോലുള്ള ആളുകൊണ്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കുമെന്നുള്ള ഭയത്തിലാണ് തോൽക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ദൗർഭാഗ്യവശാൽ തീർച്ചയായിട്ടും ഇവർക്കൊരു അടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ ബേസ് വോട്ടാണ് പോയിട്ടുള്ളത്. അത് കോൺഗ്രസിൽ നിന്നും പോയി. കമ്മ്യൂണിസ്റ്റ് മുരളീധരനെ കൊണ്ടപ്പോൾ തന്നെ തോൽപ്പിക്കാൻ തയ്യാറെടുത്തിട്ടുണ്ടാവും. ടി എൻ പ്രതാപൻ
തലേദിവസം വരെ ആയിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. വാസ്തവത്തിൽ ഇവിടെ ഒരു നേതാവ് പറഞ്ഞാലൊന്നും അങ്ങനെ കുത്തില്ല. കുറച്ച് പേര് കേരളീയർ അങ്ങനെ പറഞ്ഞാൽ നടക്കില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിലുണ്ടാകുന്ന സംഭവാസങ്ങൾ അവരെ വേർതിരിപ്പിക്കും. പത്മജ പോയതുകൊണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിൽ നിന്നൊരു വാസ്തവത്തിൽ കോൺഗ്രസിൽ നിന്ന് എവിടേക്ക് വരണം? ഇടതുപക്ഷത്തേക്ക് വരേണ്ടത്. ഇതാണ് ഇടതുപക്ഷം പഠിക്കേണ്ടത്. കോൺഗ്രസ് നശിച്ചാൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന് ധരിക്കരുത്, മറിച്ചുണ്ടാവുന്നത് BJP ആയിരിക്കും എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് ആയിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത്. മാത്രമല്ല ഈ തങ്ങളുടെ അരിവാഴിറ്റിയ നക്ഷത്രത്തിൽ കുത്തിയവർ ഒരിക്കലും മറിച്ച് കുത്തില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. അവർ സൈ കെട്ടിയിരിക്കുന്നു. നിങ്ങളുടെ ധിക്കാരം കണ്ടു മടുത്തിരിക്കുന്നു. നിങ്ങൾക്കൊരു അടി കൊടുക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്നു. കുട്ടിലൂർ സാറുടെ സംഘം നടത്തിയിട്ടുള്ള മടിത്തരം, അതിനനുബന്ധിച്ച് നടത്തിയ ശീൽക്കാരങ്ങൾ, താക്കീതുകൾ, ആജ്ഞകൾ, വെല്ലുവിളികൾ, ഭീഷണികൾ, ഇതെല്ലാം ഈ പ്രദേശത്തിൻ്റെ ഈ സ്ഥിരം നൽകുന്ന വോട്ടിൻ്റെ വിഹിതം കുറയ്ക്കാൻ ഇടയായിട്ടുള്ള കാര്യം മറക്കണ്ട. ഇതിന് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായില്ലെങ്കിൽ വലിയ പരാജയങ്ങളിലേക്ക് പോവും. മാത്രമല്ല ഈ കേരളത്തിൽ ഇങ്ങനെ പോയാൽ ഇടതുപക്ഷം തകർന്നാൽ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ നഷ്ടപ്പെടും എന്നുള്ളതാണ് സത്യം. ഈ സുരക്ഷ നിലനിൽക്കുന്നത് വാസ്തവത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ശക്തിയുണ്ട്. പിന്നെ മറ്റൊരു ഉദാഹരണം പറയാം. ഈ പച്ചക്കൊടി നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ആറാമായിട്ട് അത് കോഴിക്കോട്, അത് നമ്മുടെ വയനാട്ടിൽ അത് പാറിപ്പിക്കാൻ കോൺഗ്രസിന് ധൈര്യം വന്നില്ല. അതിനൊരു ഉദാഹരണം എന്താണ്? അവിടെ ഉത്തരേന്ത്യയിൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് മുസ്ലിമിൻ്റെ കൊടിയാണ് പച്ചക്കൊടി. ആ പച്ചക്കൊടി സധൈര്യം പാറിപ്പിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിപ്പിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ സുരക്ഷ വളരെ ശക്തിയായിട്ട് ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ശക്തി ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷം വേണമെന്നുള്ളതാണ്. ഇടതുപക്ഷം പോയിട്ടല്ല ചിന്തിക്കേണ്ടത്, ഇടതുപക്ഷം നിലനിൽക്കുമ്പോഴാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ ഇടതുപക്ഷത്തിന് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടതുപക്ഷവും വലുതാവേണ്ടതാണ്. ഇടതുപക്ഷം അവരുടെ ഈ രണ്ടാം വരവോടുകൂടി ഞങ്ങളെല്ലാം മഹാസംഭവമാണെന്ന് തോന്നിച്ച് എല്ലാവരും അടിച്ചിരുത്താം. പ്രമുഖരെല്ലാം വിളിച്ചിരുത്തി, ചായ സൽക്കാരം നടത്തി. പൗരമുഖരെല്ലാം നമ്മുടെ യഥാർത്ഥ അടിസ്ഥാന വോട്ട് സാധാരണക്കാരാണ്. ഇടതുപക്ഷത്തിൻ്റെ ശക്തി അവർക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം നിൽക്കേണ്ടത്. അവരുടെ വോട്ടുകൾ പോകുന്നത് തീർച്ചയായിട്ടും ഇവിടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ശക്തി ക്ഷയിക്കും. മുതലാളിമാരും ഇടത്തിട്ടുകാരും അവർ ചാഞ്ചാടും. അവർക്ക് അനുകൂലമുള്ള സ്ഥലങ്ങളിലേക്ക്, താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക്, ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പോകും. മതനേതാക്കളും അങ്ങനെ ചെയ്യും എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ്. ഇവിടെ മതനേതാക്കളുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നും കൂടിയാണ്. സമസ്ത ലേഖനം ഇറക്കിയിട്ട് പോലും അന്ന് അനുകൂലമായിട്ട് ഇറക്കി. ഇപ്പോൾ വേറെ തരത്തിലുള്ള സംസ്ഥയെ തൊടാൻ നമുക്ക് ധൈര്യം കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും ഇപ്പോൾ ഈ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നേരത്ത് ഓരോരുത്തരും ഇടതുപക്ഷത്തിന് അനുകൂലിക്കുന്നവർ, സ്നേഹിക്കുന്നവർ പറയും തിരുത്താൻ വേണ്ടി. ആ തിരുത്താൻ പറയുമ്പോൾ അവരെ ക്രൂശിക്കല്ല വേണ്ടത്, അത് ശരിയുണ്ടോ എന്ന് നോക്കണം. കണ്ണടച്ചിരുട്ടാക്കരുത്. ഇവിടെല്ലാം സോഷ്യൽ മീഡിയ സജീവമാണ്. നിങ്ങൾ നുണ പറഞ്ഞ് ഈ തുണ്ട് തന്ന് ആളുകളോട് സംസാരിപ്പിച്ചിട്ട് ക്യാപ്സ്യൂൾ പരുവെന്നും അതൊക്കെ പണ്ട് കാലത്ത്, ഇപ്പോഴെല്ലാം എല്ലാവർക്കും ബുദ്ധിബോധം വന്നിട്ടുണ്ട്. കുറിലോസ് അദ്ദേഹം ബിഷപ്പ് മുൻ സ്ഥാനത്ത് തൻ്റെ സമയമൊന്നും കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്. എന്നിട്ടൊരു വേണ്ടെന്ന് വെച്ചൊരു മനുഷ്യനാണ്. ഒരു ഇടതുപക്ഷ സഹയാത്രിയാണ്. ഇടത്തോട്ട് സൈഡിലിട്ട് വലത്തോട്ട് തിരിയരുതെന്നാണ് പറഞ്ഞിട്ട് അത് അവാർഡ് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞത്. അതിനർത്ഥം ഈ വേറെ അദ്ദേഹം അത് സ്നേഹിക്കുന്നുള്ളതുകൊണ്ടാണ്. എല്ലാവരും ഈ ഇടത്ത് വലത്തുമൊക്കെ സൈഡിലിട്ട് തിരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്. ഗാന്ധിയെ പറഞ്ഞിട്ടാണ് ഗാന്ധിയെ കൊല്ലുന്നത്. ക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് ക്രിസ്തുവിനെ കൊല്ലുന്നു. ബുദ്ധനെ പറഞ്ഞിട്ട് ഇതെല്ലാം എല്ലാവരും നടക്കുന്നുണ്ട്. അത് വിജയിക്കുന്നുമുണ്ട് വാസ്തവത്തിൽ. അതുകൊണ്ട് മാത്രം പരാജയപ്പെടുന്നതല്ല. പക്ഷേ ഒരു നാട്ടിൽ ഒരു പ്രതിപക്ഷം ഉണ്ടാവണമെന്നും ഒരു ജനപക്ഷം ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നവർ, ഇടതുപക്ഷ സ്നേഹിക്കുന്നവർ അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു പോകും. ആയിരിക്കുമ്പോൾ സൗഹൃദമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉണ്ടാവും. വിമർശനങ്ങൾക്ക് വിവരദോഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി പറയുന്ന പ്രാന്തന്മാർ കേരളത്തിലുണ്ട്. അതാണ് സുധാകരൻ മുഖ്യമന്ത്രിയെ വിവരദോഷിയെന്നും വിവരമില്ലാത്തവരുണ്ട്, ആ പോടാന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ മൂല്യമുള്ള ആളുകൾ അപ്പുറത്തുണ്ട്. ഇവർ ശരിക്കും സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ളതാണ് മത്സരമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഉണ്ടാവും. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്.
ഈ സമയത്ത് ഒരാൾ പരാജയപ്പെട്ടു, ഒരു ഇടതുപക്ഷം തോറ്റു എന്നുള്ളത് പേടിക്കേണ്ടതും പ്രശ്നമില്ല. കോൺഗ്രസും തോറ്റിട്ട് നിയമസഭയിൽ ജയിക്കാതെ കേരളത്തിലത്തെ ആളുകൾ അപ്പാട് ഇടതുപക്ഷത്തെ മാറ്റിയെന്നല്ല വോട്ടിൻ്റെ കണക്കുകൾ കാണുന്നു. വോട്ട് 1,00,000, കണ്ണൂരിൽ 1,00,000 MP ജയരാജൻ തോറ്റു എന്ന് വെച്ചാൽ നിസ്സാരമായിട്ടുള്ളതല്ല, അതാണ് ബേസിൻ്റെ വോട്ട്. എന്നാലും അത്രത്തോളം ആളുകൾ ഈ ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് തിരിച്ചു വരണം, പക്ഷേ അവരുടെ ഹുങ്ക് മാറണം, അഴിമതി നിർത്തലാക്കണം, പലതും നിർത്തലാക്കേണ്ടതുണ്ട്. കുട്ടികളെ ചെടിച്ചിട്ടുണ്ടടിപ്പിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന തെമ്മടിത്തരങ്ങൾ ഒന്നും ഇനി വില പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സിദ്ധാർത്ഥൻ്റെ ഇത് കൂട്ടിയിട്ടിട്ട് ഒരു കുട്ടിയെ കൊല്ലുന്നത് ശരിയല്ലെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. അതേ അവസരത്തിൽ തന്നെയാണ് കൊട്ടേഷനും കൊലപാതകങ്ങളും നമ്മളുടെ വലിയ വലിയ സംഗതിയാണെന്ന് പറയുന്നതിനും എതിർക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു തോൽക്ക് കഴിയുമ്പോൾ പിണറായി വിജയൻ മാത്രമാണ് കുറ്റവാളി എന്ന് പറയുന്ന തട്ടിപ്പുണ്ടല്ലോ, അത് ശരിയല്ല. യഥാർത്ഥത്തിൽ പിണറായി വിജയനല്ല കുറ്റവാളി, മറിച്ച് ദാസന്മാരായി വിനീതദാസന്മാരായി നിൽക്കുന്ന പ്രവർത്തകരും അണികളും നേതാക്കളുമാണ്. MP രാജേഷിനെ പോലുള്ള ആളുകൾ വളരെ MP രാജേഷൊക്കെ ശ്രദ്ധിച്ചാൽ നന്നാവ്, നല്ല ഒരാളാണ്. നല്ലൊരു തങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞില്ല എങ്കിൽ നാളെ മനു തോമസായി മാറും എന്നുള്ള കാര്യം സംശയിക്കേണ്ട. തീർച്ചയായിട്ടും മനു തോമസ് ഇന്നൊരു സംഗതിയായി മാറിയിട്ടുണ്ട്. കേരളം വളരെ അപകടത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് എവിടെയാണ്, എറണാകുളത്തല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, അദ്ദേഹം മാഫിയ സംഘത്തിൻ്റെ ആളായി, ഭൂമി മാഫിയയുടെ സംഘത്തിന് സസ്പെൻഷൻ കൊടുത്ത് വീണ്ടും തിരിച്ചെടുത്തു. ഇതെല്ലായിടത്തും കാണാവുന്നതാണ്. അപ്പോൾ എല്ലാ സംഘടനകളിലും തട്ടിപ്പ് കാണാൻ സാധിക്കും. ഇവിടെ കണ്ണൂരാണ് വാസ്തവത്തിൽ സി പി എമ്മിൻ്റെ പരാജയം കൂടുതൽ ഏറ്റുവാങ്ങാൻ പോകുന്നത്. കാരണം കണ്ണൂർക്കാർക്കാണ് ഏറ്റവും ഇത് മനസ്സിലാവുന്നത്. കണ്ണൂർ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്ക് ആവേശമുണ്ടായി. എനിക്കടക്കം വാസ്തവത്തിൽ VR-നെ കുറിച്ചായാലും പാട്ടിയം ഗോപാലിനെ കുറിച്ചായാലും KPR-നെ കുറിച്ചുള്ള AKG കുറിച്ച് ഒക്കെ ആവേശങ്ങൾ കയ്യൂരും കരിവള്ളൂരൊക്കെ കേട്ട് നമ്മൾ ആവേശം വരുന്നത്. അവർക്ക് അതുപോലുള്ള മനസ്സുള്ളവരാണ് കണ്ണൂർക്കാർ. പക്ഷെ അവർ മതബോധം പോലെ മാറിയിരിക്കുന്നു. മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ ക്രിമിനൽ സംഘങ്ങൾ വളർന്നിരിക്കുന്നു, അവരെ വളർത്തുന്ന നേതാക്കളുണ്ടായിരിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ മാത്രമല്ല കുറ്റവാളികൾ, അതിനനുസൃതമായ കാലാവസ്ഥ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഇടതുപക്ഷത്ത് ദേശാവിൽ എഴുതുന്ന ബുദ്ധിജീവികൾ, കവിയരങ്ങളിൽ പങ്കെടുക്കുന്നവർ, സാഹിത്യകഥയിൽ പങ്കെടുക്കുന്നവർ, നിങ്ങളുടെ നാവ് എവിടെയാണെന്നുള്ളതാണ്, നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറയും, ഈ ഓർമ്മ പെട്ടെന്ന് ചന്ദ്രശേഖരനെ കൊല ചെയ്യുമ്പോൾ തെറ്റാണെന്ന് അന്ന് എല്ലാവരും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഈ ഭവിഷ്യത്ത് നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കാം. അന്ന് മിണ്ടിയില്ല. കിട്ടുന്ന സഹായങ്ങൾ, കിട്ടുന്ന സ്ഥാനമാനങ്ങളിൽ മാത്രം ആണ്ട് നിന്ന് TP ചന്ദ്രശേഖരനെ കൊന്നതിൽ ഞങ്ങൾക്കെല്ലാം വിഷമുണ്ടെന്ന് രഹസ്യമായിട്ട് പറയും, പരസ്യമായിട്ട് പറയാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇങ്ങനെ മനു തോമസ്മാരായിട്ടാണ് പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ. മനു തോമസ് വന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാറായിട്ടില്ല. തീർച്ചയായിട്ടും കണ്ണൂരിൽ മൂന്ന് തരമുണ്ട്, 3 തട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് EP ജയരാജൻ്റെ തട്ടകം, അദ്ദേഹം വളർത്തുന്ന അവശേഷക്കാരെടുക്കുന്ന ഒരു വലിയൊരു വിഭാഗം. മറ്റൊന്നത് P ജയരാജനാണ്. അദ്ദേഹം ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ. ഈ ക്രിമിനൽ വാസനയുടെ സർഗവാസന കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒരാൾ. മറിച്ച് മറ്റൊന്നത് MP ജയരാജൻ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ആൾ. വാസ്തവത്തിൽ പിണറായി വിജയൻ ഇവരെയൊക്കെ വളരെ ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുന്നതാണ്. ജയരാജനിലൂടെ പിണറായി വിജയൻ ജയരാജനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നോക്കുന്നു. EP ജയരാജനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കളികൾ നടത്തുന്നു. EP ജയരാജനെ അതുകൊണ്ടാണ് ജാവേദ്കർ വന്ന് കാണുന്നത്. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞതുകൊണ്ടാണോ അതോ വലിയൊരു ഗൂഢാലോചന? ചിലപ്പോൾ ആലോചിക്കും, ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ, നശിപ്പിക്കാൻ ഇതിൽ ഉള്ളിൽ തന്നെ ആരെങ്കിലും ഗൂഢാലോചന നടത്തുന്നുണ്ടോ, ആരെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് ഞാനൊക്കെ ഉള്ളത്. വാസ്തവത്തിൽ കാണുമ്പോൾ ഇതൊക്കെ ഈ MP ജയരാജൻ്റെ ജില്ലാ സെക്രട്ടറി ആവുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിൽ നിന്നു തോറ്റു. വാസ്തവത്തിൽ അങ്ങനെ P ജയരാജൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സെക്രട്ടറി സ്ഥാനം കൊടുക്കാൻ പാടില്ല. P ജയരാജനെ വടകരയിൽ നിർത്തി തോറ്റുവെന്നോ ഒക്കെ പറയാം. അദ്ദേഹത്തിന് സെക്രട്ടറി സ്ഥാനം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇന്ന് വാസ്തവത്തിൽ സംസ്ഥാന സെക്രട്ടറി ആവാനും ഒക്കെ യോഗ്യതയുള്ള ആൾ P ജയരാജൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ അക്രമം, ക്രിമിനൽ മെൻറ്റാലിറ്റി മാറ്റിവെച്ചാൽ വാസ്തവത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിന് വലിയൊരു ഇതായിരിക്കും, മാറുകയും ചെയ്യും. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെയുള്ള
ചന്ദ്രശേഖരനെയും ഒക്കെ ഈ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമം നടത്തിയത്, രക്തത്തിൽ കുളിപ്പിച്ച് കെടുത്തിയത് സ്വന്തം പാർട്ടിക്കാർ, സ്വന്തം ഒരേ പ്ലേറ്റിൽ കഴിച്ച രമേശ് ചന്ദ്രശേഖരൻ അടങ്ങുന്ന ഇടതുപക്ഷ മനസ്സുള്ളവരുടെ രക്തമാണ് ചീന്തിട്ടാണ് ധൈര്യം കാണിക്കാൻ ശ്രമം നടത്തിയത്, ഉന്മൂലനം നടത്തിയിട്ടുണ്ട്. ഈ ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനോ പേടിപ്പിക്കാനോ ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഈ മനു തോമസ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയുന്ന കാര്യമെല്ലാം കേട്ടാൽ തീർച്ചയായിട്ടും വളരെ, പക്ഷേ അദ്ദേഹം ഇത്ര ധൈര്യം പറഞ്ഞാൽ പിന്നിൽ ആളുണ്ട്. പി ജയരാജനെ ഒതുക്കാനായുള്ള ശ്രമമായിരിക്കാം. എന്നാൽ ഇതുവരെ പി ജയരാജൻ്റെ മക്കളെ കുറിച്ച് പി ജയരാജൻ അഴിമതിയിൽപ്പെട്ടവരോ എന്ന് കേട്ടിട്ടില്ല. ഇപ്പോൾ പുതിയതും കൂടി വന്നിട്ടുണ്ട്. എന്തെല്ലാം തരത്തിൽ അങ്ങനെ മൂന്ന് കഷ്ണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇവ തമ്മിൽ നമ്മൾ പെട്ടെന്ന് തോന്നിപ്പോവുക ശ്രീലങ്കയിലത്തെ LTTE കുറിച്ചാണ്. LTTE അവിടെ കേണൽ തമ്മിൽ ഭിന്നിപ്പുണ്ടായതോട് കൂടിയിട്ടാണ് വേലുപ്പള്ളി പ്രഭാകരൻ വധിക്കപ്പെടാൻ സാഹചര്യം ഉണ്ടായി. ഇവിടെയും സംഭവിക്കാൻ പോലാണ്. ഇവരെല്ലാം കൂടി കൂതന്ത്രങ്ങൾ മെനഞ്ഞ് ഗൂഢാലോചന നടന്ന് പറഞ്ഞു കേൾക്കുന്നത് അതിനേക്കാൾ ഭീകരമാണ്. പ്രകാശമാഷ്ടമകൾ ഒരാൾ പ്രേമിച്ചു, ആ കുച്ചനെ കൊന്നുകളഞ്ഞു എന്നാണ് കേൾക്കുന്നത് നാട്ടിൽ സംസാരം. ഇങ്ങനെ പല ആളുകളെയും ഒരു കൊന്നു തള്ളിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഇതെല്ലാം സാധ്യതയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഷുഹൈബ് വധം തെറ്റാണെന്ന് ഇപ്പോൾ മനു തോമസ് പറഞ്ഞു. പക്ഷെ അന്ന് കാലത്ത് അത് പറഞ്ഞില്ല എന്നുള്ളതാണ് കാര്യം. ഉള്ളിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ വീർപ്പ് മുട്ടിക്കഴിഞ്ഞ് അവസാനം മനു തോമസുമാരായി വന്നുകൊണ്ട് ജാതി പോലുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പി ജയരാജനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിനുള്ള കരുത്ത് പാർട്ടിക്കില്ല. മനു തോമസിനെയും ശബ്ദം ഉണ്ടാക്കേണ്ട അവസാനം മനു തോമസായിരിക്കും ബലിയാടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സന്ദർഭത്തിലെങ്കിലും ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണ് മുണ്ടുക സംസാരിക്കുക എന്ന് നട്ടലുള്ള പാർട്ടി പ്രവർത്തകർ, വിനീത ദാസന്മാരല്ലാത്തവർ ഈ രാജ്യം ഇടതുപക്ഷം വിജയിക്കേണ്ടത് CPM-ൻ്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് കേരളത്തിൻ്റെ ആവശ്യമാണ്. പണിയെടുക്കുന്ന പണിയാളരുടെ, പീഡിതരായ മനുഷ്യരുടെ അവർക്കൊരു അത്താണി ഉണ്ടാകേണ്ടത് ഇടതുപക്ഷം ഉണ്ടാകണം. ആ ഇടതുപക്ഷമാണ് ഇത്തരം ഒരുപാട് രക്തസാക്ഷികൾ രക്തം കൊടുത്തുകൊണ്ട് തങ്ങളുടെ പീഡനം അനുഭവിച്ചുകൊണ്ട് കുടുംബം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാ സുഖസൗകര്യങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം വഹിച്ച മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്ന്, അവരുടെ ശക്തിയിൽ നിന്ന്, അവരുടെ അടിത്തറയിൽ നിന്ന് വളർന്നു വലുതായി ഇടതുപക്ഷം ഒരു ഹൈജാക്ക് ചെയ്യുമ്പോൾ അതിനെതിരായി സംസാരിക്കാനുള്ള കഴിവ് ഇടതുപക്ഷത്തിന് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നാം കാണാൻ പോകുന്നത് വേദനാജനകമായ 20% വോട്ട് ഷെയർ BJPക്ക് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ബാർഗെയിനിങ് ശക്തിയായി പതുക്കെ വളരുകയാണ്. BJP ഉയർന്നോടി ഇതിൻ്റെ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മാറുകയും മറ്റൊരു അപകടകരമായ സംഘർഷാത്മകമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോവുകയും പല ആളുകൾ ഇതിൽ നിന്ന് പോകാൻ സാധ്യതയുള്ളവരാണ്. രക്ഷ കിട്ടാൻ വേണ്ടി അത് ദൂരവ്യാപകമായ ഫലമുണ്ടാവും. അപ്പോൾ ചന്ദ്രശേഖരനെ കൊന്നതുകൊണ്ട് ഭയത്തിലായിട്ടില്ല, മറിച്ച് കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. പി ജയരാജനൊക്കെ ഒരു കാലത്ത് നന്നായി പ്രവർത്തിച്ചവരാണ്, പാർട്ടിക്ക് വേണ്ടി പീഡനം അനുഭവിച്ചവരാണ്. പക്ഷേ പാർട്ടി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആകുമ്പോൾ, പാർട്ടി കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആകുമ്പോൾ, വിമർശനങ്ങൾക്ക് ഇല്ലാതാവുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നം ഉണ്ടാവും. ഒരു കാലത്ത് സ്റ്റാലിൻ ചെയ്ത കുറ്റിനെ ക്രൂഷ്ചേവ് ഉണ്ടാൻ പറ്റിയില്ല. ക്രൂഷ്ചേവ് മരിച്ചു കഴിഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ തോക്കിൻ്റെ കഥ പറഞ്ഞ പോലെ ആയിട്ട് 10 കൊല്ലം 20 കൊല്ലം തിരുത്തി എന്ന് പറയുന്നത് യാതൊരർത്ഥമില്ല. വാസ്തവത്തിൽ ഇന്ന് ഇടതുപക്ഷത്തുള്ള ബുദ്ധിജീവികളും കവികളുമാണ് കള്ളന്മാർ, കുറ്റവാളികൾ. അവരാണ് തിരുത്തേണ്ടത്. നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഈ ഇതിലും പങ്കില്ല. രക്തസാക്ഷികളുടെ ഈ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ നിങ്ങൾ മാനസികമായിട്ട് പങ്കില്ലെങ്കിൽ എതിർത്ത് പറയും. ഇത്തരം കൊലപാതകങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും ഈ പാർട്ടിക്കുള്ളിൽ വെച്ച് പുറപ്പിക്കാൻ സമ്മതിക്കുക. പിണറായി വിജയനാവട്ടെ, പി ജയരാജൻ്റെ EP ജയരാജനാവട്ടെ, അത് നിങ്ങൾ സമ്മതിക്കുക. നിങ്ങളുടെ മേലുവസ്ഥരല്ല ഞങ്ങൾ ഇടതുപക്ഷത്ത് വന്നത്. ഇടതുപക്ഷത്തിൻ്റെ ആശയത്തിൽ ഊന്നി വന്നവരാണ് പിണറായി വിജയനോ EP ജയരാജനോ പി ജയരാജനൊന്നും ഞങ്ങളുടെ മുന്നിൽ ഈ ആശയത്തിൻ്റെ തലത്തിൽ തടസ്സമല്ല. മറിച്ച് പുതിയ ലോകം ഈ പീഡിക്കപ്പെടുന്ന മനുഷ്യരുടെ മോചനത്തിനുവേണ്ടി പോരാട്ടങ്ങൾ നടത്തുന്ന വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ അണിയാളുകളാണ് ഞങ്ങൾ. ഒരു വിനീത ദാസന്മാരെന്ന് പറയുന്ന ചങ്കൂറ്റുള്ള ആളുകളുണ്ടായിരിക്കും മനു തോമസിനെ പോലെ ഉണ്ടാവുകയും ഇതിനെക്കുറിച്ച് ആലോചിക്കും വിഷമവും ദുഃഖവും തോന്നുന്ന രീതിയിലുണ്ടാവും എന്ന് വേദനയോടുകൂടി ഞാൻ പറയട്ടെ. അതിന് മാറ്റം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ കുഞ്ഞിനി ഭാഷയെക്കുറിച്ച് പെട്ടെന്ന് പറയും, നിങ്ങൾക്കൊണ്ടൊരു ലോകം, എനിക്കുണ്ടൊരു ലോകം, നിങ്ങൾക്കൊണ്ടൊരു ലോകം, പക്ഷെ നമുക്കില്ലൊരു ലോകം. അദ്ദേഹം വന്നിട്ട് പറയും, വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു മന്ത്രം ചെവിയിലോതാം ഞാൻ,
സ്വയം നന്നാവുക എന്നുള്ളത്. സ്വയം വിമർശനം നടത്തി സ്വയം നന്നായിക്കൊണ്ട് പോരാടാൻ മുന്നിലേക്ക് വരട്ടെ. നമുക്ക് ഒരുമിച്ചിരുന്നുകൊണ്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഈ നാട് നശിക്കാൻ കണ്ണീര് ഒഴിക്കുന്ന മനുഷ്യർക്ക്, വിഷമം അനുഭവിക്കുന്ന മനുഷ്യർക്ക്, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് അത്താണിയായി പ്രതീക്ഷയായി ഇടതുപക്ഷം നിലനിൽക്കണം. അതിന് ഈ എത്രയും വേഗം തിരുത്തൽ നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അത് പിണറായി വിജയനോ അല്ലെങ്കിൽ പി ജയരാജനോ പി ജയരാജനല്ല സംഭവിക്കാൻ പോകുന്നത്. അവരൊക്കെ രക്ഷപ്പെടും. സാധാരണക്കാർക്കായിരിക്കും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.